Hi guys. John Jones is the pound for ഇങ്ങനെ കൊണ്ട് ജോൺ ജോൺസ് വേഴ്സസ് അസ്പിനാൽ. വെൻ ആൻ അൺസ്റ്റോപ്പബിൾ ഫോഴ്സ് മീറ്റ്സ് ആൻ ഇമ്മൂവബിൾ ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറയില്ലേ, അതിൻ്റെ ലിറ്ററൽ ഡെഫിനേഷൻ ആയിട്ടുള്ള ഫൈറ്റാണ് ജോൺ ജോൺസ് വേഴ്സസ് അസ്പിനാൽ. പിന്നെ ഈ ഒരു ഫൈറ്റ് എന്തുകൊണ്ട് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഷ് ടോക്ക്, പ്രസ് കോൺഫറൻസ്, ഫൈറ്റ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കും. അതായത് ട്രാഷ് ടോക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടും തമ്മിൽ ആൾറെഡി നല്ല പ്രശ്നങ്ങളുണ്ട്. ജോൺ ജോൺസ് ഇതുപോലെ അസ്പിനാലിനെ ഇഗ്നോർ ചെയ്ത് നടക്കുന്നു, അല്ലെങ്കിൽ അസ്പിനാൽ ഡിസർവിങ് അല്ലെന്ന് പറയുന്നു. അസ്പിനാലാണെങ്കിൽ ജോൺസിനെ തിരിച്ച് ടക്കെന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ് നടപ്പുണ്ട്. അതുപോലെ ഇവർ തമ്മിൽ അത്യാവശ്യം നല്ല മ്യൂച്വൽ ഹെഡ്ഡും ഉണ്ട്. ജോൺ ജോൺസിന് അസ്പിനാലിനെ ഇഷ്ടമല്ല. കാര്യം ഇത്രയും ജോൺ ജോൺസ് ആ ഒരു പീക്കിലെത്തി നിൽക്കുന്ന സമയത്ത് അസ്പിനാൽ ചലഞ്ച് ചെയ്തുകൊണ്ട് ജോൺസിനെ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് അതും ഇത്രയൊരു റിസ്കി ചലഞ്ചറാണ് അസ്പിനാൽ. അതുകൊണ്ട് തന്നെ ജോൺ ജോൺസിന് അസ്പിനാലിനെ ഇഷ്ടമല്ല, പുറകെ ടക്കെന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ. എന്നാൽ അസ്പിനാലിനാവട്ടെ ജോൺ ജോൺസ് ഫൈറ്റ് കൊടുക്കുന്നില്ല. അതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അസ്പിനാൽ ഇൻട്രീം ചാമ്പ്യനാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് അസ്പിനാലിൽ ബെൽറ്റ് വേണം. അതുകൊണ്ട് തന്നെ പക്ഷേ ജോൺസ് അവിടെ ബെൽറ്റ് ഹോസ്റ്റേജ് ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജോൺസിനെ ചലഞ്ച് ചെയ്യുന്നു, എന്നാൽ ജോൺസ് ഫൈറ്റ് കൊടുക്കുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ അസ്പിനാലിന് ആദ്യമേ ജോൺസിനെ റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അസ്പിനാലിന് ബെൽറ്റിന് ഡിസേർവിങ് അല്ല, അതുപോലെ തന്നെ പെരേരെ ഫൈറ്റ് ചെയ്യാനാണ് താല്പര്യം, അതുപോലെ തന്നെ അസ്പിനാലിൽ പ്രത്യേകിച്ച് നോബഡിയാണ് എന്നുള്ള രീതിയിലൊക്കെ പല സ്റ്റേറ്റ്മെൻറ്റുകളും ജോൺസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ അസ്പിനാലിനും ജോൺസിനും ഇഷ്ടമല്ല. റീസെൻ്റ്ലി അസ്പിനാലിനോട് ഇതുപോലെ അസ്പിനാലിൻ്റെ ചാനലിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഇതുപോലെ ഒരാൾ റോങ് ആൻസേഴ്സ് ഓൺലി എന്ന് പറയുന്ന സെഷനിൽ അസ്പിനാലോട് ചോദിച്ചു ഫേവറേറ്റ് ഫൈറ്റർ ആയിരുന്നു. അസ്പിനാലിൽ കയറി ഉത്തരം ജോൺ ജോൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ അസ്പിനാലിലെ ജോൺ ജോൺസിന് ഇഷ്ടമല്ല. അതിന് ഇവർ തമ്മിൽ അത്യാവശ്യം നല്ല മ്യൂച്വൽ ഹെഡ്ഡും ഉണ്ട്. പിന്നെ പ്രസ് കോൺഫറൻസിനൊപ്പം തന്നെ ഫൈറ്റും അതുപോലെ തന്നെ കിടലായിരിക്കും. കാര്യം രണ്ടുപേരും ഒന്നിനൊന്ന് വെച്ചുകൊണ്ട് ജോൺ ജോൺസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അസ്പിനാൽ അതുപോലെ തന്നെ ചലഞ്ചിങ് ആണ് താനും. കാരണം അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ഫൈറ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു ഫൈറ്റിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ ഒരു ഫൈറ്റിലേക്ക് എങ്ങനെയാണ് ഡിസ്കഷൻ വന്നതെന്ന് വെച്ചാൽ, ജോൺ ജോൺസ് ഹെവി വെയിറ്റോട്ട് വരുന്നു. ആ ഒരു വരവ് തന്നെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. കാര്യം ഫ്രാൻസിസ് ഇംഗാനു ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആയിരുന്നു. അതിന് ആ സമയത്ത് ഒരുപാട് പേര് ഫ്രാൻസിസ് ഇംഗാനു വേഴ്സസ് ജോൺ ജോൺസിനെ കുറിച്ച് ഇങ്ങനെ പലരും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ജോൺ ജോൺസ് ഇതുപോലെ ഫ്രാൻസിസ് ഇംഗാനുവിൻ്റെ ഡക്ക് ചെയ്ത് നടക്കുകയാണ്. ജോൺ ജോൺസ് എന്തുകൊണ്ട് ഹെവി വെയിറ്റിൽ പോയി ഫ്രാൻസിസ് ഇംഗാനുവിനെ തോപ്പിക്കുന്നില്ല, ഫൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഓരോ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ജോൺ ജോൺസ് ഹെവി വെയിറ്റിൽ വന്നപ്പോഴത്തേക്കും ഫ്രാൻസിസ് ഇംഗാനു പോയി. എന്നാൽ പലരും തിരിച്ചും പറയുന്നുണ്ട് ഫ്രാൻസിസ് ഇംഗാനു പോയപ്പോൾ ജോൺ ജോൺസ് ഹെവി വെയിറ്റിൽ വന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ പലരും ഇതുപോലെ ജോൺ ജോൺസ് ലൈറ്റ് ഹെവി വെയിറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ വെയിറ്റ് പുട്ട് ഓൺ ചെയ്യാൻ സമയം വേണം. ആ ഒരു സമയം എടുത്തിട്ടാണ് ജോൺ ജോൺസ് ഏറെക്കുറെ 3 വർഷത്തോളം എടുത്തിട്ടാണ് ഹെവി വെയിറ്റിലോട്ട് വന്നത്. പക്ഷേ ആ സമയത്ത് ഇംഗാനു പോയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എനിവേ ഇംഗാനു അത് കഴിഞ്ഞ് ബോക്സിങ്ങിലോട്ട് പോയി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ PFL ആണ്. അന്നേരം അതേ തുടർന്ന് ബെൽറ്റിന് വേണ്ടിയിട്ട് ജോൺ ജോൺസും സെൽഗാനും തമ്മിൽ ഫൈറ്റ് ഉണ്ടായി. ആ ഒരു ഫൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ കുറേ പേര് ഇതെല്ലാം കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതായത് ജോൺ ജോൺസ് ഹെവി വെയിറ്റിൽ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്, അതായത് ലൈറ്റ് ഹെവി വെയിറ്റിൽ നിന്ന സമയത്തുള്ള സ്പീഡും ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഹെവി വെയിറ്റിൽ വരുമ്പോൾ ജോൺസിന് വർക്ക് ചെയ്യാൻ പറ്റുമോ, ഹെവി വെയിറ്റ്സുമായിട്ട് ജോൺ ജോൺസിന് പിടിച്ചിരിക്കാൻ പറ്റുമോ. അതുപോലെ തന്നെ സെൽഗാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇവോൾഡ് ഹെവി വെയിറ്റ് ആണ്. അതായത് വെറുതെ ഒരു പവർ പഞ്ച് ചെയ്യുന്ന ഒരു ബ്ലോബിൻ്റെ കൂട്ടുള്ള ആളല്ല, എന്നാൽ ടെക്നിക്കലായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു അത്യാവശ്യം നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഫൈറ്റർ തന്നെയാണ് സെൽഗാൻ വേഴ്സസ് ഫ്രാൻസിസ് ഇംഗാനു ഡിസിഷനിലായിട്ട് പോയതാണ്. അതിന് അതൊക്കെ കൊണ്ട് തന്നെ എല്ലാവർക്കും ഡൗട്ടായിരുന്നു ജോൺസ് വേഴ്സസ് സെൽഗാൻ എങ്ങനെ പോകുന്നു. പക്ഷേ ജോൺസ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അതായത് ആ ഫൈറ്റിന് മുമ്പത്തെ പ്രസ് കോൺഫറൻസിൽ തന്നെ ജോൺ ജോൺസ് സെൽഗാനെ എക്സ്പോസ് ചെയ്ത് കുറേ സംസാരിച്ചായിരുന്നു. അതായത് സ്റ്റൈൽ 0 ആണ്, ഗ്രൗണ്ട് ഗെയിം 0 ആണ്, അല്ല ആ രീതിയിലൊക്കെ കുറേ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. പക്ഷേ ആ ഒരു ഫൈറ്റ് ജോൺ ജോൺസ് എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു. സെൽഗാനെ നിസ്സാരമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ നമിച്ചു പോയൊരു നിമിഷമായിരുന്നു. അതായത് ജോൺ ജോൺസ് അതായത് അബ്സല്യൂട്ട്ലി ഗോട്ട് എന്നുള്ള ആ ഒരു പൊസിഷൻ സോൾഡിഫൈ ചെയ്തൊരു നിമിഷമായിരുന്നു ജോൺ ജോൺസ് അങ്ങനെ ഹെവി വെയിറ്റ് ബെൽറ്റൂടെ കിട്ടിയപ്പോഴത്തേക്ക്, അതും സെൽഗാനെ ഇത്ര നിസ്സാരമായിട്ട് തോപ്പിച്ചപ്പോഴത്തേക്ക്. അങ്ങനെ ആ ഒരു ഫൈറ്റ് കഴിഞ്ഞ ശേഷം MMA തന്നെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് ജോൺ ജോൺസ് ഇതുപോലെ സ്റ്റീപ്പെ മിയോഷിനെ, അതായത് ഹെവി വെയിറ്റ് ഗോട്ടായിട്ടുള്ള സ്റ്റീപ്പെ മിയോഷിനെ കോൾ ഔട്ട് ചെയ്തു. അതായത് ഒരു ലെഗസി ഫൈറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റീപ്പെ വേഴ്സസ് ജോൺ ജോൺസ് ഫൈറ്റ് നടക്കുന്നതാണെങ്കിൽ സ്റ്റീപ്പെ പിന്നെ നമുക്കറിയാം സ്റ്റീപ്പെ അങ്ങനെ ഒരു ഫൈറ്റ് ഡൗൺ ചെയ്യാറില്ല, പുള്ളി ലെജൻഡാണ്. അതുകൊണ്ട് സ്റ്റീപ്പയ്ക്ക് വേണമെങ്കിൽ നിസ്സാരമായിട്ട് ആ ഫൈറ്റ് വേണ്ടെന്ന് വെക്കായിരുന്നു. പക്ഷേ സ്റ്റീപ്പെ ആ ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ UFC 295 സ്റ്റീപ്പയും ജോൺ ജോൺസും ഫൈറ്റ് ചെയ്യാനുള്ള ധാരണയായി. പക്ഷേ ആ ഫൈറ്റ് നടക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് ജോൺ ജോൺസിന് പെട്ടെന്ന് ഒരു ഇഞ്ചുറി ആയിട്ട് ആ ഫൈറ്റിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അങ്ങനെ ആ ഒരു ഫൈറ്റ് ക്യാൻസൽ ആയതിനെ തുടർന്ന് സെർഗി പാവ്ലോവയ്ക്കും അതുപോലെ തന്നെ ടോം ആസ്പിനാലിനും തമ്മിലുള്ള ഫൈറ്റിന് ധാരണയായി. അതായത് ഇൻറ്ററിം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളത്, ഇൻറ്ററിം ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ സെർഗിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് കാണുന്ന സെർഗി അല്ലായിരുന്നു അന്ന് സ്കേറിയസ്റ്റ് ഹെവി വെയിറ്റ് ആയിരുന്നു. അതായത് ഇത്രയും വലിയ വിൻസ്ട്രിക്കൊക്കെ ആയിട്ട് സെർഗിയെ ആര് തോപ്പിക്കും എന്നുള്ള രീതിയിൽ നിന്നിരുന്ന സമയമായിരുന്നു. അതായത് ഇപ്പം ജോൺ ജോൺസ് ഇപ്പോൾ സെർഗിയുടെ മൂവി പെട്ട് കഴിഞ്ഞാൽ ജോൺ ജോൺസ് എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചിന്തിച്ചിരുന്ന സമയമായിരുന്നു അന്ന്. അങ്ങനെ സെർഗി വേഴ്സസ് ടോം ആസ്പിനാൽ ഫൈറ്റിന് ധാരണയായി ഇൻറ്ററിം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ഫൈറ്റ് നടന്നു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആസ്പിനാൽ സെർഗിയെ നിസ്സാരമായിട്ട് KO ചെയ്ത് കളഞ്ഞു. അങ്ങനെ ടോം ആസ്പിനാൽ ഇൻറ്ററിം ചാമ്പ്യനായി. അങ്ങനെയാണ് ഈ ഒരു ജോൺ ജോൺസ് വേഴ്സസ് ആസ്പിനാൽ സംസാരങ്ങൾ പതുക്കെ തുടങ്ങുന്നത്. അങ്ങനെ ആദ്യത്തെ ജോൺസ് വേഴ്സസ് സ്റ്റീപ്പെ ഫൈറ്റ് നടന്നില്ല. പക്ഷേ പിന്നെയും ഇൻറ്ററിം ചാമ്പ്യൻ വന്നതിന് ശേഷവും ജോൺസ് ഇതുപോലെ സ്റ്റീപ്പെ ഫൈറ്റ് ആണെന്നുള്ള രീതിയിൽ ഭയങ്കര അഡമൻ്റായിട്ട് നടക്കുകയായിരുന്നു.
അന്നേരം പതുക്കെ ഈ ഒരു ഡിസ്കഷൻ തുടങ്ങി. അതായത് ടോമാണ് ശരിക്കും ഡിസേർവിങ്. കാര്യം ടോം ആസ്പിനൽ ഇപ്പം ഇൻ്ററിം ചാമ്പ്യനായിട്ട് നിൽക്കുകയാണ്. അന്നേരം ഇപ്പം പ്രത്യേകിച്ച് ആരും ഇല്ലാത്ത സ്റ്റീപ്പെ, അതായത് ഇത്രയും ഓൾഡ് ഏജ് ആയി, പ്രൈമിൽ നിന്നൊക്കെ ഒരുപാട് മാറി, ഇപ്പം ഫൈറ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായി. അന്നേരം അത്രയും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റീപ്പെ ജോൺസൺ തന്നെ ഫൈറ്റ് ചെയ്യുന്നു, പകരം ആസ്പിനാൽ ഇല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷേ ജോൺസ് കാണിച്ചൊരു അബദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺസിന് വേണമെങ്കിൽ അപ്പം തന്നെ ആ ഒരു സംഭവം അവിടെ നിർത്തായിരുന്നു. അതായത് ഇപ്പോൾ പറയായിരുന്നു അത് എനിക്കിപ്പോൾ ഇത്രയും പ്രായമായി, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ലെഗസി ഫൈറ്റിന് വേണ്ടിയിട്ട് നോക്കുന്നുള്ളൂ, ഞാനത് കഴിഞ്ഞ് റിട്ടയർ ആവും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ജോൺ ജോൺസ് ഇങ്ങനെയെല്ലാം പറയുന്നതിന് പകരം നേരെ പറഞ്ഞു ടോം ആസ്പിനൽ ഡിസേർവിങ് അല്ല, ടോം ആസ്പിനൽ പ്രത്യേകിച്ച് ആരുമല്ല, ടോം ആസ്പിനൽ മറ്റേ ജോണി വാക്കറിൻ്റെ കൂട്ടാണ്. അതായത് ജോണി വാക്കർ വന്ന സമയത്ത് ജോൺ ജോൺസിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയ ആളാണെന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ ജോണി വാക്കർ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത് നമുക്ക് അറിയത്തില്ലേ. അതുപോലെ ഒരാൾ മാത്രമാണ് ടോം ആസ്പിനൽ. കൂൾ ടുഡേ നോട്ട് കൂൾ ടുമാറോ ആ രീതിയിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ടെമ്പററി ഫിനോമിനൻ എന്നുള്ള രീതിയിൽ ടോം ആസ്പിനലിനെ പറഞ്ഞു. പക്ഷേ ടോം ആസ്പിനൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി എന്തോ ആയിക്കോട്ടെ ഇൻ്ററിം ചാമ്പ്യനാണ്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ടോം ആസ്പിനൽ ഇൻ്ററിം ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്തു കേർട്ടിസ് ബ്ലേസിനെതിരെ. അതായത് നേരത്തെ ടോം ആസ്പിനലിൻ്റെ കരിയറിൽ ലോസ് ഉണ്ടായിരുന്നു, അതായത് ഒരു ഇഞ്ചുറി തുടർന്ന ഒരു ലോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലോസും അവൻ ചെയ്തിട്ട് ഇൻ്ററിം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളാണ് ടോം ആസ്പിനൽ. അത് അത്രയും കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും, അതായത് ഇത്രയും ഇതിനും അപ്പുറത്തേക്ക് ആരാണ് ഡിസേർവിങ്? ജോൺ ജോൺസ് ഇപ്പോൾ ഫൈറ്റ് ചെയ്യാതിരിക്കുമോ? ഫൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ടൈറ്റിൽ വെക്കേറ്റ് ചെയ്ത് പോവുക, ടോം ആസ്പിനലിനെ ചാമ്പ്യനാക്കുക, അല്ലെങ്കിൽ ടോം ആസ്പിനലിനെ ഫൈറ്റ് ചെയ്യുക. ഇതിന് പകരം ജോൺ ജോൺസ് ഫൈറ്റ് ചെയ്യുന്നുമില്ല, ടോം ആസ്പിനലിനെ ഒഴിവാക്കി നടക്കുകയും ചെയ്യുകയാണ്. അന്നേരം ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതേ തുടർന്നാണ് ടോം ആസ്പിനൽ ഇതുപോലെ പുറകെ നടന്നിട്ട് ജോൺ ജോൺസിൻ്റെ ഫൈറ്റ് ചെയ്യണം. അതുപോലെ ഇവർ തമ്മിൽ ഒരു നേർക്ക് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ തോളത്ത് കയറിച്ചൊരു സംഭവം നിങ്ങൾക്ക് അറിയത്തില്ലേ. അപ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് പതുക്കെ കൂടി വരുമായിരുന്നു. പക്ഷേ തുടർന്ന് വന്നിരിക്കുന്ന ഇൻ്റർവ്യൂ എല്ലാം ടോം ആസ്പിനലിനെ ഇഗ്നോർ ചെയ്യുമോ അല്ലെങ്കിൽ ഡിസേർവിങ് അല്ലെന്നുള്ള രീതിയിൽ പറയുമോ, അതിന് പകരം പെരേരെ ഫൈറ്റ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ പറയുകയൊക്കെ ചെയ്തു. അതേ പിന്നാണ് ജോൺ ജോൺസിനെ ഇതുപോലെ ആൾക്കാർ ഡക്കെന്നൊക്കെ വിളിച്ചു തുടങ്ങിയത്. ടോം ആസ്പിനൽ ഇതുപോലെ ജോൺ ജോൺസിനെ പതുക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പുറകെ നടക്കാൻ തുടങ്ങി, ഡക്കെന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. ഒന്നെങ്കിൽ ടൈറ്റിൽ ഷോട്ട് തരിക അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്ത് പോവുക എന്നുള്ള രീതിയിൽ ടോം ആസ്പിനലും പറഞ്ഞു. കാര്യം ടോം ആസ്പിനലിൻ്റെ സൈഡ് നോക്കുമ്പോൾ കംപ്ലീറ്റ് ന്യായമാണ്. ഒന്നെങ്കിൽ ടോം ആസ്പിനൽ അത്രയും ആക്റ്റീവ് ഫൈറ്ററാണ്, 30-30 വയസ്സായി, അതായത് ഹെവി വെയിറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് യങ് ആണ്. ബട്ട് എങ്കിലും ടോം ആസ്പിനലിൻ്റെയും നല്ല പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചാമ്പ്യനാവും ഏറ്റവും കൂടുതൽ ഡിസേർവിംഗ് ആണ് ടോം ആസ്പിനൽ. ഒന്നെങ്കിൽ ടോം ആസ്പിനലിനെ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്ത് പോകുക എന്നുള്ളൊരു ഓപ്ഷനാണ് ജോൺസിന് മുമ്പിലുള്ളത്. പക്ഷേ അത് ജോൺ ജോൺസ് ചെയ്യുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ ആസ്പിനൽ ഇതുവരെ ഡക്കെന്ന് വിളിക്കാൻ തുടങ്ങി. ആസ്പിനൽ മാത്രമല്ല നാട്ടുകാർ മൊത്തം ഡക്കെന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ജോൺസ് വേഴ്സസ് സ്റ്റീപ്പെ ഫൈറ്റ് ആവാറായി. ശരിക്കും ഈ ഒരു ഫൈറ്റ് കാണാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എക്സൈറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ജോൺ ജോൺസ് ഫാൻസ്, പിന്നെ ജോൺ ജോൺസും പിന്നെ ഡാനി, ഇത്രയും പേരല്ല, അത് വേറെ ആരെങ്കിലും ഈ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം സ്റ്റീപ്പെ പ്രൈമറൊന്നും ആയിരുന്നില്ല, സ്റ്റീപ്പെ അത്ര സ്ലോ ആണ്. മാത്രമല്ല സ്റ്റീപ്പെ ഒരു ഫയർ ഫൈറ്ററാണ്, ക്യാമ്പിനിടയിലും പാർട്ട് ടൈം ആയിട്ട് ഫയർ ഫൈറ്റിംഗ് പരിപാടിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അതൊക്കെ കൊണ്ട് തന്നെ സ്റ്റീപ്പെ ജയിക്കുന്നതിലെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. മാത്രമല്ല ആ സമയത്താണ് 12-6 എൽബോ ലീഗലാക്കിയത്. അതേ തുടർന്ന് തന്നെ ഇപ്പം ജോൺ ജോൺസ് പറഞ്ഞു ഇതുപോലെ ഞാൻ പല കോമ്പിനേഷൻസും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മളിതുപോലെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തു, അതായത് സ്റ്റീപ്പെ ജോൺ ജോൺസ് എന്തെങ്കിലും കൊല്ലാൻ പോവാണ് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പരിപാടി, അതായത് ജോൺ ജോൺസിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം, ആ രീതിയിലേ ഉള്ളൂ. കാര്യം എന്ന് പറയുമ്പോൾ സ്റ്റീപ്പെ ഒട്ടും പഴയ സ്പീഡില്ല, പഴയ സ്ട്രെങ്ത് ഇല്ല, പഴയ ഫോമിലല്ല, ഒന്നുമല്ല. എന്നാൽ ജോൺസ് ആവട്ടെ അത്യാവശ്യം നല്ല ഫോമിൽ നിൽക്കുകയാണ്. ജോൺ ജോൺസ് ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഗോർഡൻ റയൻ്റെ കൂടെ പോയിട്ട് ജിജിറ്റ്സു പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലാതെ ബാക്കി എല്ലാം കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ജോൺ ജോൺസ് ഭയങ്കരമായിട്ട് ഫിലിം സ്റ്റഡി ചെയ്യുന്ന ആളാണ്. അതായത് ഓരോ പഴയ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അത് സ്റ്റഡി ഈ സ്റ്റീപ്പയെ കുറിച്ചൊക്കെ ഇത്രയും സ്റ്റഡി ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വന്നു. കാര്യം ഈ ഒരു അപ്പൂപ്പനെ എടുത്തിട്ട് ഇടിക്കുന്നതിന് ഇത്രയൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ ആ ഒരു ഫൈറ്റ് നടന്നു. ജോൺ ജോൺസ് ഈസിലി സ്റ്റീപ്പയെ മിയോച്ചിനെ തോപ്പിച്ചു. ശരിക്കും ആ ഒരു ഫൈറ്റിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്ന രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ആ ഒരു ഫൈറ്റ് എങ്ങനെയായിരിക്കും തീരുന്നത്, ഈ സ്റ്റീപ്പെ മരിക്കുമോ അതോ സ്റ്റീപ്പയ്ക്ക് വേറെ എന്തെങ്കിലും പറ്റുമോ, എങ്ങനെയായിരിക്കും ആ ഫൈറ്റ് തീരുന്നത്, ജോൺ ജോൺസ് എങ്ങനെയായിരിക്കും ജയിക്കുന്നത് എന്നുള്ള രീതിയിൽ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ക്യൂരിയസ് ആയിരുന്നു എങ്ങനെയായിരുന്നു. പിന്നെ 2, ഫൈറ്റ് കഴിഞ്ഞ ശേഷം ജോൺ ജോൺസ് എന്തായിരിക്കും പറയാൻ പോകുന്നത്. അതിന് ഈ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്റ്റീപ്പെ ഫിനിഷ് ചെയ്ത ശേഷം നമ്മളെല്ലാവരും നോക്കുകയാണ് ജോൺ ജോൺസ് എന്തായിരിക്കും പറയാൻ പോകുന്നത്. അതായത് അത്രത്തോളമായി, അതായത് ആ ഒരു ഡക്കിങ് അലിഗേഷൻ്റെ മാക്സിമത്തിൽ നിൽക്കുകയാണ്. അതായത് ജോൺ ജോൺസ് ആസ്പിനലിനെ കുറിച്ച് ഇതുവരെ ഡിസേർവിംഗ് അല്ല, ആസ്പിനലിൻ്റെ ഫൈറ്റ് വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. അവസാനം പെരേരായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആസ്പിനലിനെ കുറിച്ച് ജോൺസ് മിണ്ടുന്നില്ല. അത് മാത്രമല്ല ഇപ്പം ആസ്പിനാലുമായിട്ട് നല്ല ടൈംസിലുള്ള മീഡിയ പേഴ്സൺസ് ആയിട്ട് ജോൺസ് ഇൻ്റർവ്യൂ കൊടുക്കാതായി. അത് ആ രീതിയിലൊക്കെ ഒഴിവാക്കിയപ്പോഴത്തേക്ക് എല്ലാവരും ശരിക്കും വിചാരിച്ചു ഇത്രയും ഡക്കിങ് ഒക്കെ ശരിക്കും അൺറിയലാണ്. കാര്യം ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ശരിക്കും ഡക്കിങ് ഒന്നും ആവാൻ വഴിയില്ല, അല്ലെങ്കിൽ ഫൈറ്റ് ഹൈപ്പ് അപ്പ് ചെയ്യാനുള്ള എന്തോ പരിപാടിയാണ്, അല്ലാതെ ഇത്രയും കവേർഡായിട്ട് പെരുമാറാൻ യാതൊരു വഴിയില്ല എന്നുള്ള രീതിയിൽ ആൾക്കാരെത്തി. ആൾക്കാർ ശരിക്കും വിചാരിച്ചു ഫൈറ്റ് കഴിഞ്ഞ ശേഷം ടോം ആസ്പിനലിനെ കോൾ ഔട്ട് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന്. ടോം ആസ്പിനൽ അവിടെ ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ജോൺ ജോൺസ് രാഷ്ട്രീയക്കാരെ വിട്ട് അതിവിദഗ്ധമായിട്ട് മെയിൻ ക്വസ്റ്റ്യനിൽ നിന്ന് തെന്നി മാറി ആരെ ഫൈറ്റ് ചെയ്യുന്നോ കോൾ ഔട്ട് ഒന്നും ചെയ്യാതെ
നേരെ ഓക്കെ നിങ്ങൾക്ക് വേണമെന്ന് ചിലപ്പോൾ ഞാൻ തന്നിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഇതിലൊക്കെ പറഞ്ഞിട്ട് ജോൺ ജോൺസ് അവിടുന്ന് വലിഞ്ഞു. ഇപ്പം ജോ റോഗനാണെങ്കിൽ അങ്ങേർക്കാകെ ഒരു ജോലി ഉണ്ടായിരുന്നുള്ളൂ, മര്യാദയ്ക്ക് ആ ടോമസ് പിനലിനെ കുറിച്ചൊന്ന് പ്രഷർ ചെയ്ത് ചോദിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും വായിന്ന് വീണാണ്. അത് പറഞ്ഞില്ല. അതിന് പകരം അലക്സ് പെരേരയൊക്കെ എടുത്തിടാൻ പോയി ജോ റോഗൻ. എന്തായാലും അവിടെ കാര്യമായിട്ട് അനൗൺസ്മെൻ്റ് കാര്യങ്ങളൊന്നും നടന്നില്ല, കോൾ ഔട്ടൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെയാണ് ഇതുപോലെ വീണ്ടും ആൾക്കാർ ഈ ഒരു വാട്ട് നെക്സ്റ്റ് ജോൺ ജോൺസിനടുത്ത് എന്താണ്, അസ്പെനാലിനടുത്ത് എന്താണ് എന്നുള്ള രീതിയിൽ. കാര്യം അസ്പെനാൽ ഇൻറ്ററിം ചാമ്പ്യനാണ്, ജോൺ ജോൺസ് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനാണ്. ഒന്നുകിൽ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജോൺസ് വെക്കേറ്റ് ചെയ്ത് പോവുക, ഇതേയുള്ള ഓപ്ഷൻ. മാത്രമല്ല ആ ഒരു പോസ്റ്റ് ഫൈറ്റ് ഇൻ്റർവ്യൂവിൽ ജോൺ ജോൺസ് ഉടനെ ഇന്ന് റിട്ടയർ ചെയ്യുന്നില്ലെന്നും പറഞ്ഞു. അന്നേരത്തേക്ക് ഹെവി വെയ്റ്റ് ഡിവിഷനിൽ ഇനി നടക്കാനുള്ള ഫൈറ്റ് ഇതാണ് ശരിക്കും നടക്കാനുള്ള ഫൈറ്റ്. അന്നേരത്തേക്ക് ഇത് ആൾക്കാർ ശരിക്കും പറയും ജോൺ ജോൺസിൻ്റെ പേടിയാണ്, അസ്പെനാലിനെ ഡക്ക് ചെയ്യുകയാണെന്നൊക്കെ പറയും. പക്ഷേ ജോൺ ജോൺസിൻ്റെ ഫാൻസ് സമ്മതിക്കത്തില്ല. അത് ഇത് ഡക്കിംഗ് ഒന്നുമല്ല, ജോൺ ജോൺസിനെ ഫൈറ്റ് ചെയ്യാൻ വേറെ ആക്കും പറ്റത്തില്ല, അല്ലെങ്കിൽ ജോൺ ജോൺസിനെ തോപ്പിക്കാൻ ലോകത്താക്കും പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുകയാണ്. എന്തായാലും ഇത്രയും ഒരു ആമുഖം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആരെങ്കിലും ഫോളോ ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫൈറ്റ് ജോൺസ് വേഴ്സസ് അസ്പെനാൽ ഫൈറ്റ് എങ്ങനെയായിരിക്കും പോകുന്നത്, ആർക്ക് എവിടേക്കാണ് എഡ്ജ് ഉള്ളത്, എവിടേക്കാണ് ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ജോൺസ് എന്തിനു കേബിളാണ്, ജോൺസ് ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പം റെസ്ലിംഗ് ആവട്ടെ, ഗ്രാബ്ലിംഗ് ആവട്ടെ, സ്ട്രൈക്കിംഗ് ആവട്ടെ, എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ജോൺ ജോൺസ്. അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ചിഹ്നമുണ്ട്, അങ്ങനെയൊന്നും ബോബിളാവാത്തൊരു ചിഹ്നമുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം ഫൈറ്റേക്കും, അതായത് നമ്മളിപ്പം MMA തന്നെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റേക്കും ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഉത്തരവായിരിക്കും വരുന്നത്, ഒന്നുകിൽ ജോൺ ജോൺസ് അല്ലെങ്കിൽ ഡിമിട്രിയസ് ജോൺസൺ. അതുകൊണ്ട് തന്നെ ആ ലെവൽ ഫൈറ്റേക്കും മൊത്തത്തിൽ. മാത്രമല്ല ഇപ്പം ആ ഒരു സ്റ്റേച്ചർ കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇപ്പം ലെഗ് ആണെങ്കിലും അതുപോലെ തന്നെ റീച്ച് ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് ഒരു ഫൈറ്റർ ആയിട്ട് കറക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് ജോൺ ജോൺസ്. അതുകൊണ്ട് തന്നെ ജോൺ ജോൺസ് ആരാണ്, എന്തിന് കേബിളാണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ പറയും അസ്പെനാലിൻ്റെ ചാൻസ് ഒന്നുമില്ല, ജോൺ ജോൺസിന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഇപ്പം ഈ റീസൻസി ബയസാണ്, അതായത് പുതിയ ഒരാൾ വന്നപ്പോഴത്തേക്ക് ജോൺ ജോൺസിനെ എല്ലാവരും മറക്കുന്നു, ജോൺ ജോൺസ് എന്തിന് കേബിളാണെന്നൊക്കെ ആൾക്കാർ മറന്നു പോകുന്നു നല്ല രീതിയിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എനിവേ നമുക്ക് നോക്കാം. ജോൺ ജോൺസിൻ്റെ കാര്യമാണെങ്കിൽ ഈ ജോൺ ജോൺസിൻ്റെ കരിയർ എന്ന് പറയുമ്പം ഒരു ഭീകര ഡൊമിനൻറ്റ് കരിയർ ആയിരുന്നില്ല. ഓക്കെ, ഒബ്വിയസ്ലി ജോൺ ജോൺസ് എല്ലാ ഫൈറ്റ്സും ജയിച്ചു, പെർഫെക്റ്റ് റെക്കോർഡോടെ നിൽക്കുന്ന ആളാണ്. പക്ഷേ ജോൺ ജോൺസിൻ്റെ കരിയറിൽ പലപ്പോഴും പല ക്ലോസ് ഡിസിഷൻസും ഉണ്ടായിട്ടുണ്ട്. അതായത് പല ഫൈറ്റ്സും വളരെ ക്ലോസ് ആയിരുന്നു. അതിലെ കുറച്ച് ഫൈറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ട് 2 ഫൈറ്റ്സ് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പം 3 ഫൈറ്റ്സാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്ന് ഗസ്റ്റഫ്സൺ ഫൈറ്റ്, അതായത് ഫസ്റ്റ് അലക്സാണ്ടർ ഗസ്റ്റഫ്സൺ വേഴ്സസ് ജോൺ ജോൺസ്, പിന്നെ 2 ഡൊമിനിക് റൈസിലുള്ള ഫൈറ്റ്, 3 തിയാഗോ സാന്റോസിനുള്ള ഫൈറ്റ്. തിയാഗോ സാന്റോസിലുള്ള ഫൈറ്റ് സ്പ്ലിറ്റ് ഡിസിഷൻ ആയിരുന്നു. അതെന്തായാലും നമുക്ക് തൽക്കാലത്തേക്ക് വിട്ടേക്കാം. ഈ 2 ഫൈറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, അതായത് അലക്സാണ്ടർ ഗസ്റ്റഫ്സൺ ഫൈറ്റും ഡൊമിനിക് റൈസും. ഈ 2 ഫൈറ്റിലും പിന്നെ ഒബ്വിയസ്ലി അലക്സാണ്ടർ ഗസ്റ്റഫ്സൺ ആയിട്ടുള്ള സെക്കൻഡ് ഫൈറ്റിൽ ജോൺ ജോൺസ് ഗസ്റ്റഫ്സനെ ഫിനിഷ് ചെയ്തു. പക്ഷേ ഞാൻ ഫസ്റ്റ് ഫൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഈ 2 ഫൈറ്റ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ 2 ഫൈറ്റ്സും ജോൺ ജോൺസ് അത്യാവശ്യം നന്നായിട്ട് പാടുപെട്ട 2 ഫൈറ്റ്സാണ്, വളരെ കോൺട്രവേഴ്ഷ്യൽ ഫൈറ്റ്സാണ്. ഈ 2 ഫൈറ്റ്സിലും ഓപ്പണൻസ് ആണ് ജയിച്ചതെന്നൊക്കെ ആൾക്കാർ പലരും പറയുന്നുണ്ട്, എസ്പെഷ്യലി ഡൊമിനിക് റൈസിൻ്റെ ഫൈറ്റിൽ. ഈ 2 ഫൈറ്റേഴ്സിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ബാക്കി ഒപ്പണൻസിൽ നിന്ന് ഈ 2 പേരെ വ്യത്യസ്തരാക്കുന്നത് നിങ്ങൾ നോക്കുക. പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇവരുടെ ഏജ്, അതായത് അലക്സാണ്ടർ ഗസ്റ്റഫ്സൺ ജോൺസിൻ്റെ സെയിം ഏജാണ്. ഡൊമിനിക് റൈസ് ജോൺസിനേക്കാൾ 2 വയസ്സ് യങ്ങറാണ്. അതുവരെ ജോൺ ജോൺസ് തൻ്റെ കരിയർ ഫേസ് ചെയ്തേക്കുന്ന മിക്കവാറും എല്ലാവരും ജോൺസിനേക്കാൾ എൽഡർ ആൾക്കാരാണ്. ജോൺസിൻ്റെ എൻ്റയർ കരിയറിലാണെങ്കിൽ ജോൺസിനേക്കാളും താഴെ ഏജിൽ ഫൈറ്റ് ചെയ്തേക്കുന്ന 2 പേരേ ഉള്ളൂ, ഒന്ന് ഡൊമിനിക് റൈസും ഒന്ന് സെൽഗാനുമാണ്. ഓക്കെ, സെൽഗാൻ്റെ കാര്യം നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. അതിനും ഈ 2 പേരുടെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ 2 പേരുടെയും സ്റ്റേച്ചറാണ്. അതായത് ജോൺ ജോൺസ് അതിന് മുമ്പ് ഫൈറ്റ് ചെയ്തേക്കുന്ന മിക്കവാറും എല്ലാവരും ജോൺസിനേക്കാളും ഷോർട്ടറായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോൺസിൻ്റെ അവരുടെ വലിയ റീച്ചിൻ്റെ അഡ്വാൻറ്റേജ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിർത്താൻ പറ്റും. പക്ഷേ ഈ 2 പേര് അലക്സാണ്ടർ ഗസ്റ്റഫ്സൻ്റെ കാര്യമാണെങ്കിലും ഡൊമിനിക് റൈസിൻ്റെ കാര്യമാണെങ്കിലും ഇവർക്ക് സ്റ്റേച്ചർ വൈസ് ജോൺസിൻ്റെ സെയിം ഹൈറ്റ് ആണ്. എങ്കിലും റീച്ച് അഡ്വാൻറ്റേജ് ജോൺസ് ഉണ്ട്. പക്ഷെ എന്നാലും ജോൺസ് മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലാത്ത രീതിയിൽ നല്ല റീച്ചും അത്രയും ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഈ 2 മാച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ജോൺ ജോൺസ് ഈ 2 മാച്ചിനെ സമീപിച്ചേക്കുന്ന ഒരേ രീതിയിലാണ്. അതായത് അഗ്രസീവായിട്ട് കയറി ബോക്സ് ചെയ്യാൻ നോക്കും, പക്ഷേ തിരിച്ച് സ്ട്രൈക്ക് കിട്ടും. എന്നാൽ പലപ്പോഴും ഈ ടേക്ക് ഡൗൺസ് ഫെയിൽ ആവുകയും ചെയ്തു. ഓക്കെ, ഇത് കോമൺ ആണ് ഈ 2 ഫൈറ്റിലും. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ജോൺസ് ഈ ബാക്കി ഒപ്പണൻസിന് വളരെ സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നിർത്തിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ആ ഒരു പോക്കി റേഞ്ച് എന്നൊക്കെ പറയത്തില്ലേ, ഇല്ല കൈ നീട്ടി പിടിച്ചിട്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ കണ്ണി കൈയുള്ളൂ, ആ രീതിയിൽ. കാരണം ജോൺസ് അത്യാവശ്യം നല്ലൊരു ഡേർട്ടി ഫൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം മറ്റേ റാംബേ ജാക്സൺ ഒക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ ജോൺസിനോട് അടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി ആ രീതിയിലായിരിക്കും നിർത്തുന്നത്. പക്ഷേ ഇവർക്ക് അത്യാവശ്യം ആ ഒരു നീളവും ഹൈറ്റ് അഡ്വാൻറ്റേജും റീച്ചും ഉള്ളത് കൊണ്ട് തന്നെ
ജോൺസിൻ്റെ അത്ര റീച്ച് ഇല്ലാഞ്ഞിട്ട് പോലും പക്ഷേ ആ ഒരു റേഞ്ചിനകത്ത് കയറാൻ അവർക്ക് നന്നായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതായത് ആ ഒരു റേഞ്ചിനകത്ത് കയറി കഴിഞ്ഞാൽ ജോൺസ് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന കാണാം. അതായത് ജോൺസ് ഒരു ഡിഫെൻസീവ് ബോക്സറൊന്നുമല്ല. ഇപ്പം ജോൺസ് ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ച് ഡിഫെൻസ് ചെയ്യുന്നൊക്കെ ഉള്ളതേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രോപ്പർ ഡിഫെൻസ് ജോൺസ് അങ്ങനെ ചെയ്യുന്ന കാണത്തില്ല. മാത്രമല്ല ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺസിൻ്റെ അത്ര സ്ട്രോങ് ഏരിയ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്യുവർ ബോക്സിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു റേഞ്ചിനകത്ത് കയറി കഴിഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോൺസ് എപ്പോഴും ആൾക്കാരെ ഒരു അകലത്തിൽ നിർത്തിയേക്കും. ആ ഒരു അകലത്തിൽ വെച്ചിട്ട് കൈ വെച്ച് നിർത്തും, അതുപോലെ തന്നെ ഒബ്ലിക്ക് കിക്ക് ചെയ്യും, കാല് കിക്ക് ചെയ്ത് ആ രീതിയിൽ നിർത്തും. കാരണം ആ രീതിയിൽ വളരെ കോഷ്യസ് ആയിട്ടാണ് ജോൺസ് കളിക്കുന്നത്. കാരണം അലക്സാണ്ടർ ഗുസ്താഫ്സനായിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റിൽ ജോൺസിന് ഈ ഒരു അബദ്ധം പറ്റി. അതായത് ബോക്സ് ചെയ്യാൻ നോക്കി, പക്ഷേ തിരിച്ച് ഔട്ട് ബോക്സ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ തിരിച്ച് കുറേ സ്ട്രൈക്സ് കിട്ടി. അതിന് അതൊക്കെ കൊണ്ട് തന്നെ ജോൺസ് നന്നായിട്ട് പാട് കിട്ടും. എന്നാൽ അതുപോലെ തന്നെ അലക്സാണ്ടർ ഗുസ്താഫ്സനെ ടേക്ക് ഡൗൺ ചെയ്യാനൊക്കെ മാക്സിമം നോക്കി, പക്ഷേ മര്യാദയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഗുസ്താഫ്സൺ നന്നായിട്ട് തന്നെ ടേക്ക് ഡൗൺസ് ഡിഫെൻഡ് ചെയ്തു. കാരണം അതുകൊണ്ട് തന്നെ ജോൺസ് നന്നായിട്ട് പെട്ടുപോയൊരു ഫൈറ്റ് ആയിരുന്നു അത്. പക്ഷേ ഗുസ്താഫ്സണായിട്ടുള്ള സെക്കൻഡ് ഫൈറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് ജോൺസ് സ്ട്രാറ്റജി മാറ്റി. ആ ഒരു ഫസ്റ്റ് ഫൈറ്റിലുണ്ടായിരുന്ന ആ ഒരു അഗ്രസീവ്നെസ് ജോൺസ് ഈ ഒരു ഫൈറ്റിൽ കാണിച്ചില്ല. അതിന് പകരം വീണ്ടും ആ ഒരു റേഞ്ച് നിർത്താൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഗുസ്താഫ്സൺ ആ റേഞ്ചിൽ കയറി വരികയാണെങ്കിൽ നേരെ ടേക്ക് ഡൗൺ ചെയ്യാൻ പോയി ആ രീതിയിലൊക്കെ. അതുകൊണ്ട് കുറച്ചുകൂടെ സ്ട്രാറ്റജി മാറ്റിയിട്ടാണ് ജോൺസ് ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് സക്സസ് കാണുകയും ചെയ്തു. പക്ഷേ അഗൈൻ ഈ ഒരു അബദ്ധം നേരെ പോയി ഡൊമിനിക് റൈസ് ഫൈറ്റിലും ജോൺസ് ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ഡൊമിനിക് റൈസ് ഇതുപോലെ തന്നെ നല്ല റേഞ്ച് ആയിട്ടുള്ള നല്ല ഹൈറ്റിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് ഉള്ളൊരു ഫൈറ്ററാണ്. അതിന് ഈ ഫസ്റ്റ് ഫൈറ്റ് കാണിച്ചു അതേ പരിപാടി ജോൺസ് ഡൊമിനിക് റൈസിനോടും പോയി കാണിച്ചു. മാത്രമല്ല ജോൺസ് പലപ്പോഴും കൈ എടുത്തേക്ക് നീട്ടുമ്പോഴത്തേക്ക് ആ ഒരു കൈ തട്ടി മാറ്റുന്നത് കൈകിട്ട് അടിക്കുന്നതൊക്കെ കാണായിരുന്നു ഡൊമിനിക് റൈസ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഇപ്പം ബാക്കിയുള്ള ഒപ്പണൻസിൻ്റെ കൂടെ ഇപ്പം റാംബേ ജാക്സൻ്റെ കൂടെയുള്ള ഫൈറ്റിലോ അല്ലെങ്കിൽ DC ആയിട്ടുള്ള ഫൈറ്റിലോ ഒന്നും ജോൺസിന് ഈ ഒരു സംഭവത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു റേഞ്ച് ആയിട്ടുള്ള ഫൈറ്റേഴ്സിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു റേഞ്ച് കടന്ന് അകത്തോട്ട് വരുമ്പോഴത്തേക്കും ജോൺസിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഡൊമിനിക് റൈസുള്ള ഫൈറ്റിലാണെങ്കിൽ ശരിക്കും ജോൺസ് അത് റോബറി ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് 3 റൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡൊമിനിക് റൈസാണ് ജയിച്ചത്. പക്ഷേ പിന്നീട് ജോൺസ് ജയിച്ചെങ്കിലും ബട്ട് ആ ഒരു ശരിക്കും റോബറിയാണ്. നമ്മളിനി പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, ഒരു ഡിസിഷനാണ്. ബട്ട് സ്റ്റിൽ എനിവേ ആ ഒരു ഫൈറ്റിൽ ജോൺസ് നന്നായിട്ട് പാടുപെട്ടിട്ടുണ്ട്. അതിന് ഈ സംഭവങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അതായത് യങ്ങറാണ്, റേഞ്ചിയാണ്, അതായത് ആ ഒരു സ്റ്റേജിൽ ആ ഒരു ഹൈറ്റും എല്ലാം അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങളിനി അസ്പിനാലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അസ്പിനാലിന് ഇത് രണ്ടും ഉണ്ട്. അതായത് എസ്പെഷ്യലി അസ്പിനാൽ ഒരു ഹെവി വെയിറ്റ് ആണ്, ഒരു നാച്ചുറൽ ഹെവി വെയിറ്റ് ആണ്. ജോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ വെയിറ്റ് പുട്ട് ഓൺ ചെയ്തിട്ട് വന്നേക്കുന്ന ഹെവി വെയിറ്റ് ആണ്. പക്ഷേ അസ്പിനാൽ എന്ന് പറയുമ്പോഴത്തേക്ക് അസ്പിനാലിൻ്റെ ബോഡിയിൽ ഇപ്പം അൺനെസറി ഫാറ്റ് ഇട്ടൊന്നും നമ്മളങ്ങനെ കാണത്തില്ല. അതായത് ആ വളരെ ബ്ലോക്കി ആയിട്ടിരിക്കുന്ന ഒരു വളരെ നാച്ചുറൽ ഹെവി വെയിറ്റ് ആണ്. നമ്മളിപ്പോൾ ബാക്കി ഹെവി വെയിറ്റ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡെറിക് ലൂയിസ്, തായ് തുയിവാസ, മറ്റേ ടഫ, പിന്നെ ഷെമൽ ഗസിയേവ്, ഇവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലോവുകളാണ്, അതായത് ആ ഒരു തടിയന്മാരാണ്. പക്ഷേ അസ്പിനാലിനെ നിങ്ങൾ നോക്കുക, അതായത് പ്രോപ്പർ ഹെവി വെയിറ്റ് ആണ്. അതായത് ആ ഒരു അത്രയും ബോഡി നിറയെ മസിൽസ് ആയിട്ടിരിക്കുന്ന ആ ഒരു പ്രോപ്പർ ഹെവി വെയിറ്റ് ആണ്. മാത്രമല്ല ശരിക്കും ഒരു ഇവോൾഡ് ഹെവി വെയിറ്റ് ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സെറിൽഖാൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ പറഞ്ഞില്ലേ. ഇപ്പോൾ സെറിൽഖാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സ്ട്രൈക്കറാണ്. പക്ഷേ സെറിൽഖാൻ്റെ കൂട്ടുമല്ല ടോം ആസ്പിനാൽ. അതായത് ഇപ്പോൾ സെറിൽഖാൻ്റെ ഈ ഗ്രൗണ്ട് ഗെയിം വലിയൊരു ഇഷ്യൂ ആണ്. അത് മറ്റേ ജോൺ ഫൈറ്റിൽ എക്സ്പോസ്ഡ് ആയതാണ്. പക്ഷേ അസ്പിനാൽ അതുപോലല്ല. അസ്പിനാൽ വളരെ ചെറുപ്പം മുതലേ BJJ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അസ്പിനാലിൻ്റെ അച്ഛൻ ബ്രിട്ടനിലെ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് BJJ ബ്ലാക്ക് ബെൽറ്റ്സിൽ ഒരാളാണ്. അതൊക്കെ കൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അസ്പിനാലിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അസ്പിനാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സ്പെഷ്യലായിട്ടൊരു ഹെവി വെയിറ്റ് ആണ് പുള്ളി. അതായത് ഇപ്പം ആ ഒരു സ്പീഡ്, ഹെവി വെയിറ്റ് ഇത്രയൊരു സ്പീഡ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, സെറിൽഖാൻ ഈ ഒരു സ്ട്രൈക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്പീഡ് ഉണ്ടെന്നല്ലാതെ ഇപ്പം ഓവറോൾ മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്, ഹെഡ് മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലാതെ ഇപ്പം പോയി ടേക്ക് ഡൗൺ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഈ ഒരു മൂവ്മെൻറ്റ് സ്പീഡ് നമ്മൾ മുമ്പ് ഹെവി വെയിറ്റിൽ കണ്ടിട്ടില്ലാത്തതാണ്. ഓക്കെ, അതായത് ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് വെൽറ്റർ വെയിറ്റിൻ്റെ കൂട്ട് മൂവ് ചെയ്യുന്ന ഹെവി വെയിറ്റ്, അതാണ് അസ്പിനാൽ. ആ രീതിയിൽ സ്പീഡും ആക്യുറസിയും അതിൻ്റെ കൂടെ തന്നെ നോക്കൗട്ട് പവറും. അതായത് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അസ്പിനാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഹെവി വെയിറ്റ് ഇല്ലാത്ത ഒപ്പേറിയാണ്. ബോക്സിംഗ് ആണെങ്കിലും ആ ഒരു KO പവർ ആണെങ്കിലും കിക്സിൻ്റെ എല്ലാം കൊണ്ടും മനസ്സിലായില്ല, അത്രമാത്രം സ്കിൽഡും ടാലൻറ്റഡും ആയിട്ടുള്ള എന്നാൽ ഈ പറയുന്ന നാച്ചുറലി ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു അത്ലീറ്റാണ് ടോം ആസ്പിനാൽ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ടോം ആസ്പിനാലിൻ്റെ ഫൈറ്റ്സ് നോക്കുകയാണെങ്കിൽ അസ്പിനാൽ ഇതുപോലെ ഈ ഒരു ഗിഫ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫൈറ്റ്സും വളരെ ഡോമിനൻ്റ്ലി ആണ് ജയിച്ചത്. അസ്പിനാലിൻ്റെ കരിയറിൽ 3 ലോസസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു ലെജിറ്റ് ലോസാണ്. അതായത് ആ ഒരു ഫൈറ്റിൽ അസ്പിനാലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി, ആ ഒരു ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ കുറേ പോരായ്മകൾ നേടിക്കുന്ന ഒരു ഫൈറ്റാണ്, കുറച്ചൊരു പഴയൊരു ഫൈറ്റാണ്. അതിനകത്തിൽ ഇതുപോലെ തന്നെ അസ്പിനാൽ ആ ഒരു ഫൈറ്റ് ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഒരുപാട് പിഴവുകൾ വരുന്നുണ്ട്. അതായത് ഒപ്പോണൻറ്റ് ടേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അവസാനം എങ്ങനെയൊക്കെയോ വീണ് കിട്ടിയ ഒരു ലെഗ് ലോക്കിൽ അസ്പിനാൽ സബ്മിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അതിനുശേഷം അസ്പിനാൽ MMA തൽക്കാലത്തേക്ക് വിട്ട് നിന്നിട്ട് കംപ്ലീറ്റ്ലി ഈ ടേക്ക് ഡൗണിലും ടേക്ക് ഡൗൺ ഡിഫൻസിലൊക്കെ വർക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അസ്പിനാലിന് ഇതുവരെ ആരും ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. എന്നാൽ അസ്പിനാൽ ടേക്ക് ഡൗൺ ചെയ്യാൻ പോയതെല്ലാം സക്സീഡ് ആയിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? അത് ആ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വന്നേക്കുന്ന ആളാണ് അസ്പിനാൽ. പിന്നത്തെ 2 ലോസസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊരു ഇല്ലീഗൽ എൽബോ, ജോൺസിൻ്റെ കൂട്ട് തന്നെ ഒരു ഇല്ലീഗൽ എൽബോ അടിച്ചിട്ട് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്.
പിന്നെ മൂന്നാമത്തെ ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ കർട്ടിസ് ബ്ലേസറുള്ള ഫൈറ്റിൽ ഇഞ്ചുറി പറ്റി വീണത്, അത് പിന്നീട് അവൻ ചെയ്യുകയും ചെയ്തു. അതിനും ശരിക്കും പറഞ്ഞാൽ അസ്പിനാലിൻ്റെ കരിയറിൽ ഒരു പ്രോപ്പർ ലോസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു എയർലി ലോസ് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അസ്പിനാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹെവി വെയിറ്റ് ഫിനോമാണ്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ടാലൻറ്റഡ് ഹെവി വെയിറ്റ് യൂസിൽ ശരിക്കും വന്നിട്ടില്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. മനസ്സിലായില്ലേ? പിന്നെ ആസ്പിനാൽ ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഈ ഒരു മണിയുടെയൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ബോക്സ് ചെയ്യാൻ പോകേണ്ടി വന്നു. അതിന് ഇടയ്ക്ക് ഇതുപോലെ ബോക്സിങ് കുറേ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഈ ആസ്പിനാലിൻ്റെ ഈ ഒരു ബോക്സിങ് ഇത് കണ്ടിട്ട് ആസ്പിനാലിൻ്റെ കൂടെ ട്രെയിൻ ചെയ്തായിരുന്നു അറിയോ, ടൈസൺ ഫ്യൂരിയാണ്. അതായത് ടൈസൺ ഫ്യൂരിയുടെ കൂടെയാണ് പിന്നീട് ആസ്പിനാലിൻ്റെ ബോക്സിങ് പ്രാക്ടീസ് ചെയ്തത്. അതുകൊണ്ടാണ് ആസ്പിനാലിൻ്റെ കൈക്ക് ഇത്ര സ്പീഡ്. അതായത് ആസ്പിനാലിൻ്റെ ജോൺ ജോൺസിൻ്റെ കൂട്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഫൈറ്ററാണ്. ഇപ്പം ബോക്സിംഗ് ആണെങ്കിലും ഗ്രൗണ്ട് ഗെയിം ആണെങ്കിലും എല്ലാം കൊണ്ടും ആസ്പിനാൽ വളരെ ടാലൻറ്റഡും അതിനൊപ്പം തന്നെ വളരെ സ്കിൽഡ് ആയിട്ടൊരു ഫൈറ്ററാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ആസ്പിനാൽ ഗ്രാപ്ലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് സൂപ്പർ ഹെവി വെയിറ്റുകളായിട്ടാണ്. അതായത് നമ്മൾ സ്ട്രോങ് മാൻ സൈസുള്ള ആൾക്കാരില്ലേ, ഇപ്പം ടെഡി ഹോളിൻ്റെയും ബ്രയാൻ ഷോയുടെയും മിച്ചൽ കൂപ്പറിൻ്റെ ഒക്കെ സൈസുള്ള ആൾക്കാരില്ലേ, ആ സൈസ് ആൾക്കാരുമായിട്ടാണ് അസ്പിനാൽ ഗ്രാപ്പിൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അസ്പിനാൽ ഒരു ഏരിയയിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല. അസ്പിനാൽ ഇതുപോലെ ജോൺസിൻ്റെ കൂടെ തന്നെ കോൺസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് ജോൺ ജോൺസിന് ഭയങ്കര നിർണായകമായിരിക്കും. ജോൺ ജോൺസ് വേഴ്സസ് ആസ്പിനാൽ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫിസിക്കലായിട്ട് ജോൺസ് എവിടെയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ആസ്പിനാലിനുണ്ട്. മനസ്സിലായോ? അതായത് ഇപ്പം ബോക്സിംഗ് ആണെങ്കിൽ ജോൺസിൻ്റെ വളരെ വീക്കായിട്ടൊരു ഏരിയയാണ് ആ ഒരു ഡിഫെൻസീവ് ബോക്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്റ്റീപ്പെ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജോൺസ് പലപ്പോഴും സ്റ്റീപ്പയുടെ നല്ല ഇടി കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ശരിക്കും ആ ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജോൺ ജോൺസ് ഫാൻസ് ഇതുപോലെ ജോൺ ജോൺസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും ശരിക്കും ഞാൻ ആ ഒരു ഫൈറ്റിൽ സ്റ്റീപ്പയുടെ പ്രകടനം കണ്ട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞു ഇത്രയൊക്കെ ചെയ്തല്ലേ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പഞ്ചസ് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോൺസിൻ്റെ ഡിഫൻസ് വളരെ മോശമാണ്. ജോൺസ് ഇപ്പോൾ ഒരു കേജിലോട്ട് വരുവാണെങ്കിൽ ജോൺസ് ചെയ്യാവുന്ന പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ആ ഇട്ടിട്ട് ഓടുക എന്നുള്ള പരിപാടിയാണ്. അതായത് ആ ഒരു ഓടി മാറുക എന്നുള്ള കാര്യമാണ് ജോൺസ് ചെയ്യുന്നത്. അല്ലാതെ ആ ഒരു ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക, തിരിച്ച് കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യുക, അതൊന്നും ജോൺസിൻ്റെ നമ്മളങ്ങനെ കാണത്തില്ല. അത് മാത്രമല്ല ജോൺസ് ഇത്ര വലിയൊരു KO പവറുള്ള ആളുമല്ല. ഓക്കെ, പക്ഷേ അസ്പിനാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അസ്പിനാലിൽ എക്സലൻറ്റ് ബോക്സറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടൈസൺ ഫ്യൂരിയായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എക്സലൻറ്റ് ബോക്സറാണ്. ഇതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഹെവി വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഗ്രാപ്ലറാണ്. ഇതുവരെ ആരും ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. എന്നാൽ അസ്പിനാൽ ടേക്ക് ഡൗൺ ചെയ്യാൻ പോയതെല്ലാം സക്സസ് ആയിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം ഈ ഒരു UFC കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം അസ്പിനാലിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ കുറച്ചെങ്കിലും ശ്രമിച്ചിട്ടുള്ള ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്പിവാക്കാണ്. സ്പിവാക്ക് ഇതുപോലെ തന്നെ റെസ്ലറാണ്. ടേക്ക് ഡൗൺ ചെയ്യാൻ പോയി, പക്ഷേ നേരെ തന്നെ ആ ഒരു ടേക്ക് ഡൗൺ ഡിഫെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്പിവാക്കിനെ ആര് ക്ലിഞ്ച് ചെയ്തിട്ട് നേരെ എൽബോ അടിച്ച് TKO ചെയ്ത് കളയുകയും ചെയ്തു. മനസ്സിലായില്ലേ? അങ്ങനെ അത്രയേ ഉള്ളൂ. അവിടെ ആ ഒരു അസ്പിനാലിനെ ആരെങ്കിലും ടെസ്റ്റ് ചെയ്യാനെങ്കിലും കുറച്ച് നോക്കിയിട്ടുള്ളത് സ്പിവാക്ക് മാത്രമാണ്. പിന്നെ അസ്പിനാലിനെ ശരിക്കും ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ റെസ്ലർ എന്ന് പറയാനാണെങ്കിൽ കർട്ടിസ് ബ്ലേഡ്സ് റെസ്ലറാണ്. പക്ഷേ അവിടെ നമ്മൾ കണ്ടതാണ് കർട്ടിസ് ബ്ലേഡ്സും നോക്കൗട്ടായി പോയി. അതുകൊണ്ട് തന്നെ അസ്പിനാലിനെ ആരും പ്രോപ്പർലി ടെസ്റ്റ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ജോൺ ജോൺസിൻ്റെ കാര്യമാണെങ്കിൽ ജോൺ ജോൺസ് ഇപ്പം ബാക്കിയുള്ള ഫൈറ്റേഴ്സിൻ്റെ കൂട്ടല്ല. ഇപ്പം ഒരു കോച്ച് പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഒരു കോച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ കോച്ച് പറയുന്നത് കേട്ടിട്ട് അതുപോലെ ഫോളോ ചെയ്യുന്ന ആളല്ല ജോൺ ജോൺസ്. ജോൺ ജോൺസ് ശരിക്കും ഒപ്പണൻസിനെ പഠിക്കുന്ന രീതി എല്ലാവരും ഒന്ന് കണ്ടുപഠിക്കേണ്ടതാണ്. അതായത് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില വീഡിയോസിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ജോൺ ജോൺസിൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലും ഗ്രാപ്പിൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ജോൺ ജോൺസ് ഇങ്ങനെ അത് നോക്കിയിരിക്കുന്നത് കാണാം. അപ്പം ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ നമുക്ക് ഭയങ്കര ചിരി വരിക. അതായത് ഖബീബ് വേറെ ആരുടെ കൂടെ ഗ്രാപ്പിൾ ചെയ്യുന്നതാണ്, അതിന് ജോൺ ജോൺസ് ഇങ്ങനെ സൈഡിൽ ഇരിപ്പുണ്ട്. ജോൺ ജോൺസ് ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അന്നേരം ബാക്കി എല്ലാവരും ഓരോന്ന് ചെയ്യുമ്പോഴും ജോൺ ജോൺസ് ഇങ്ങനെ അത് തന്നെ കീനായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നതാണ്. അതായത് അതിൻ്റെ കമൻസ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ആൾക്കാരെല്ലാം പറയുന്നതാണ് ജോൺ ജോൺസ് ഇങ്ങനെ മൈൻഡിൽ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഒപ്പോണൻസിനെ ഇത്രയും പഠിക്കുന്ന ഒരാൾ വേറെ ഇല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പം ജോൺ ജോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു നിസ്സാര ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ പോലും അത്രയും ഫിലിം സ്റ്റഡി നടത്തിയിട്ട്, അതായത് ആ പഴയ ഫൈറ്റ്സും ട്രെയിനിങ് ഫുട്ടേജും കൈ കിട്ടുന്ന എല്ലാം എടുത്ത് പഠിച്ച് അത്രയും ഒരു മാപ്പ് ഉണ്ടാക്കിയിട്ട് മാത്രമേ ജോൺസ് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങത്തുള്ളൂ. മാത്രമല്ല ജോൺസ് ഒരിക്കലും റിസ്ക് ഏറ്റെടുക്കുന്ന ആളല്ല. ജോൺ ജോൺസ് ഒരിക്കൽ പോലും ഒരു ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് ഏറ്റെടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? ആ അങ്ങനെ ഒരു റിസ്ക് പോലും ജോൺ ജോൺസ് ഏറ്റെടുക്കുക. അത്രയും കാൽക്കുലേറ്റഡ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് ജോൺ ജോൺസ്. അതിൻ്റെ ഈ അസ്പിനാലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അസ്പിനാൽ ഇതുപോലെ സകല ഫൈറ്റ്സും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഫിനിഷ് ചെയ്തേക്കാണ്. ഓക്കെ, അസ്പിനാലിനെ ആ ഒരു ശരിക്കും ടെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഫൈറ്റ് നമ്മൾ കാണാനേ ഇല്ല. ആകെ ഒരു ഫൈറ്റ് മാത്രമേ ഉള്ളൂ സെക്കൻഡ് റൗണ്ട് പോയിരിക്കുന്നത്. അത് ആൻഡ്രോ അലാസ്ക ആയിട്ടുള്ള ഫൈറ്റാണ്. ആൻഡ്രോ അലാസ്ക എന്ന് പറയുമ്പോഴത്തേക്ക് പഴയ ഹെവി വെയിറ്റ് ചാമ്പ്യനാണ്. ഈ അലാസ്ക ആയിട്ടുള്ള ഫൈറ്റ് നോക്കുകയാണെങ്കിൽ അസ്പിനാൽ അലാസ്കയെ KO ചെയ്യാൻ മാക്സിമം നോക്കി, കുറേ പഞ്ചസ് കണക്ട് ആയി, പക്ഷേ എന്നിട്ട് അലാസ്ക വീണില്ല. ഓൾമോസ്റ്റ് TKO ആവേണ്ടതായിരുന്നു, പക്ഷേ എന്നിട്ട് സർവൈവ് ചെയ്തു. അതിന് സെക്കൻഡ് റൗണ്ടിലേക്ക് പോയപ്പോൾ അസ്പിനാലിന് മനസ്സിലായി നോക്കൗട്ടായി ചിലപ്പോൾ വീഴത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, സെക്കൻഡ് റൗണ്ട് തുടങ്ങിയപ്പോൾ തന്നെ അസ്പിനാൽ നേരെ പോയി റഗ്ബി ടാക്കിൾ ചെയ്ത് നിലത്തിട്ടു. അപ്പോൾ തന്നെ പിടിച്ച് സബ്മിറ്റ് ചെയ്തു, തീർത്ത് കളഞ്ഞു. അതിന് ഇതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ജോൺ ജോൺസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മറ്റേ ഫിലിം സ്റ്റഡിയുടെ കാര്യം പറഞ്ഞില്ലേ, ജോൺ ജോൺസിന് അസ്പിനാലിനെ കുറിച്ച് പഠിക്കാൻ ഫിലിംസ് അവൈലബിൾ അല്ല. ഓക്കെ, അതായത് ഇപ്പം അസ്പിനാലിന് മിക്കവാറും എല്ലാ ഫൈറ്റ്സും ഫസ്റ്റ് റൗണ്ടിൽ തീർക്കാണ്. ഈ ഒരു ഫൈറ്റ് മാത്രമേ സെക്കൻഡ് റൗണ്ടിൽ പോയുള്ളൂ. അതാണെങ്കിൽ ഇങ്ങനെ തീർക്കുകയും ചെയ്തു. അതിന് പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺ ജോൺസിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് അസ്പിനാലിൽ അധികം സ്റ്റഡി ഫിലിംസ് ഇല്ല. ഇപ്പോൾ അസ്പിനാൽ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഫൂട്ടേഴ്സ് ഇല്ല. അസ്പിനാലിൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്ന കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പക്ഷേ അസ്പിലാൽ ഇതുപോലെ തന്നെ ബുദ്ധിയുള്ള ആളാണ്. അതങ്ങനെ ചുമ്മാ ലൂസിലി എല്ലായിടത്തും പബ്ലിഷ് ചെയ്തൊന്നുമില്ല. അതിന് അത്രയും നോക്കി മാത്രമേ അസ്പിനാൽ ചെയ്യത്തുള്ളൂ. അസ്പിലാൽ ഇതിൻ്റെ ബാക്കിയാണ്. അതായത് ജോൺ ജോൺസിൻ്റെ കൂട്ട് തന്നെ ഓപ്പണൻസിനെ നന്നായിട്ട് പഠിക്കുന്ന ആളാണ് അസ്പിനാൽ. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ ഫോട്ടോസ് പുറത്ത് വിടുകയാണെങ്കിലും ചിലപ്പോൾ മിസ്ലീഡിങ്ങും ആയിരിക്കാം. ഓക്കെ, ചില ജോൺസ് നോക്കുമ്പോഴത്തേക്ക് ചില വീക്ക്നസ് കാണുമ്പോഴത്തേക്ക് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം അത് അസ്പിനാൽ അഭിനയിച്ചായിരിക്കാം. മനസ്സിലായില്ലേ? കാരണം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം അസ്പിലാലിനെ ശരിക്കും ഒരു ഫൈറ്റിലോട്ട് വരുമ്പോൾ മാത്രമേ പ്രോപ്പർലി ടെസ്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അല്ലാതെ പുറത്ത് വിടുന്ന ഫുട്ടേജ് എന്നത് റിയൽ ആയിരിക്കത്തില്ല. പിന്നെ ഈ ഒരു സ്റ്റഡി ഫിലിംസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ചില ഫൈറ്റേഴ്സ് ഈ മണ്ടത്തം കാണിക്കാറുണ്ട്. അതായത് ഓരോ അവർക്കെല്ലാം യൂട്യൂബ് ചാനൽ കാണും. അതിൽ ഇവർ ട്രെയിനിങ് ഫോട്ടോസ് എല്ലാം പുറത്ത് കിട്ടുമ്പോഴത്തേക്ക് ശരിക്കും ഒരു നല്ലൊരു ഒപ്പണൻ്റ് ആണെങ്കിൽ ഇതുപോലെ നോക്കിയിരുന്ന് പഠിച്ചിട്ട് അതൊക്കെ ശരിക്കും ഫൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിന് പല ഫൈറ്റേഴ്സ് ഇതുപോലെ ഈ ട്രെയിനിങ് ഫോട്ടോസ് എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ശരിക്കും അവർക്ക് ബാക്ക് ഫെയർ ചെയ്യാറുണ്ട്. അതിന് അതുപോലത്തെ മണ്ടത്തരമൊന്നും എന്തായാലും അസ്പിനാലിൽ കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ജോൺ ജോൺസിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് അസ്പിനാലിൻ്റെ ഫോട്ടോസ് ഇല്ല എന്നുള്ളത്. അസ്പിനാലിൽ ഫൈറ്റ് ചെയ്യുന്ന ഫോട്ടോസ് അധികമില്ല. ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം ചിലപ്പം ഈ പറയുന്ന ടേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നതായിട്ടൊക്കെ കാണാം. ഇതേ പരിപാടി ചിലപ്പോൾ ഫൈറ്റിൽ പോയി ചെയ്യുമ്പോഴത്തേക്ക് അസ്പിനാലിനെ തിരിച്ചത് കൗണ്ടർ ചെയ്യുന്നതും കാണാമായിരിക്കും. അതുകൊണ്ട് ശരിക്കും എന്താ നടക്കുന്നത് ജോൺ ജോൺസിന് മനസ്സിലാവില്ല ആ ഒരു വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ശരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോപ്പർ ഫൈറ്റിലുള്ള ഫോട്ടോസാണ്. പക്ഷേ അത് അവൈലബിൾ അല്ല. ഇപ്പോൾ അസ്പിനാലിൻ്റെ ഒരു തേർഡ് റൗണ്ടിലോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻട്രീം ചാമ്പ്യനാണ്, അതുപോലെ ഒരു ചാമ്പ്യൻഷിപ്പ് റൗണ്ടിലോട്ടൊക്കെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അസ്പിനാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അസ്പിനാലിന് എവിടേക്കാണ് വീക്ക്നെസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ അങ്ങനെ ഫോട്ടോസേ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ജോൺസിന് ഭയങ്കര റിസ്ക്കാണ്. ജോൺസിന് പഠിക്കാൻ വേറെ ഫിലിംസ് ഇല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടൊക്കെയാണ് ശരിക്കും ജോൺ ജോൺസ് ഈ ഒരു ഫൈറ്റ് എടുക്കാൻ വലിയ താല്പര്യമില്ലാത്തത്. മാത്രമല്ല ഈ അസ്പിനാലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അസ്പിനാലിനെ ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അസ്പിനാലിന് വിസിബിൾ വീക്ക്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ വലിയ കാര്യത്തിൽ കാണാനൊന്നുമില്ല. ഇപ്പം നോക്കിയെടുത്തോളം നമുക്ക് വേണമെങ്കിൽ 1-2 വീക്ക്നെസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒന്ന്, സാധാ എല്ലാവരുടെയും കൂട്ട് തന്നെ ഇപ്പോൾ ബോക്സ് ചെയ്യുമ്പോൾ ചിലപ്പം ഹിറ്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സെർഗി പാവ്ലോവിച്ച് ഫൈറ്റിൽ അസ്പിനാലിന് നല്ലൊരു ഇടി കിട്ടിയതാണ്. പക്ഷേ അസ്പിനാലിന് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അസ്പിനാലിന് വുബിളായെന്ന് പലരും വിചാരിച്ചു. പക്ഷേ അത് മറ്റേ ടൂത്ത് ഗാർഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അസ്പിനാലിൽ നിന്ന് പുറകോട്ട് പോയതാണ്. അല്ലാതെ വേറൊരു പ്രശ്നം പറ്റിയില്ല. അസ്പിനാലിന് അത്യാവശ്യം നല്ല ചിഹ്നമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കർട്ടിസ് ബ്ലേഡ്സ് ഫൈറ്റിൽ ചെറുതായിട്ടൊന്ന് കിട്ടി. കാരണം ഈ ഒരു ഫൈറ്റിനിടെ ചിലപ്പം മറ്റേ ആൻഡ്രോ അലോസ്കായിട്ടുള്ള ഫൈറ്റിനിടെ ചെറുതായിട്ട് കിട്ടി. അങ്ങനെ ഈ ഒരു ഫൈറ്റിനിടയിൽ ഇടി കിട്ടാനുള്ള ചാൻസ് അതെല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ അസ്പിനാലിൽ അത് കിട്ടുന്നുണ്ട്. പിന്നെ ബോഡി കിക്കിൻ്റെ കാര്യത്തില്ല, ബോഡി കിക്ക് അത്യാവശ്യം എഫക്റ്റീവായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ കഴിഞ്ഞ ഇലിയാട്ടോപ്പൊരിയ വീഡിയോയിൽ ഇലിയാട്ടോപ്പൊരി വേഴ്സസ് ഇസ്ലാം മകാഷോ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ആ ഒരു സൈഡ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കത്തില്ലേ, അന്നേരത്തേക്ക് ഇലിയാട്ടോപ്പൊരിയുടെ ടോർസോ ചെറുതാണ്, അല്ലെങ്കിൽ കൈക്ക് അത്യാവശ്യം നീളം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ചായച്ചിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഫേസും സൈഡും കവറാവും, ബോഡിയും കവറാവും. പക്ഷേ ഈ അസ്പിനാലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അസ്പിനാലിന് അത്രയും വലിയ കൈയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നുകിൽ ഫേസ് അല്ലെങ്കിൽ ബോഡി ആ രീതിയിലേ പറ്റത്തുള്ളൂ. അതിനും ഈ ഒരു ബോഡി കിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ബോഡി കിക്ക് കൊള്ളാൻ ചാൻസ് ഉണ്ട്. എന്നല്ലാതെ ഇപ്പോൾ വേറെ ഒരു വിസിബിൾ വീക്ക്നെസ് അസ്പിനാലിൻ്റെ കാര്യത്തിലില്ല. പിന്നെ നമുക്കറിയാൻ ഏത് 2 കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ഒന്ന്, അസ്പിനാൽ ഇതുപോലെ കാർഡിയോയുടെ കാര്യം നമുക്കറിയത്തില്ല. അതായത് ഒരു 3rd റൗണ്ട് കഴിയുമ്പോഴത്തേക്ക്, 3rd റൗണ്ട് അല്ലെങ്കിൽ 4th റൗണ്ട് 5th റൗണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കാർഡിയോയുടെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ജോൺ ജോൺസൺ അത്യാവശ്യം നല്ല കാർഡിയോ ഉണ്ട്, നമുക്കറിയാമേ. പിന്നെ ഹെവി വെയിറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്കറിയില്ല എത്രത്തോളം ഉണ്ടെന്ന്. ബട്ട് അസ്പിനാലിൻ്റെ കാര്യം നമുക്ക് തീരെ അറിയത്തില്ല. ആ ഒരു 4th 5th റൗണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് അസ്പിനാലിൻ്റെ കാർഡിയോ എങ്ങനെ ആയിരിക്കും, വീക്കാണോ അതോ ഉണ്ടോ ഇല്ലയോ നമുക്കറിയാൻ വയ്യ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അസ്പിനാലിനെ ടേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, അസ്പിനാലിനെ ടേക്ക് ഡൗൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അസ്പിനാൽ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക നമുക്കറിയത്തില്ല. പിന്നെ ബാക്ക് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പുറകെ നിന്നൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അസ്പിനാൽ എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുക, അസ്പിനാലിന് എത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അൺനോൺ ഏരിയ ആണ്. അതായത് നമുക്കറിയത്തില്ല. നമുക്ക് അത് വെച്ചിട്ട് ഇപ്പം അസ്പിനാലിനെ ഇതുവരെ 3rd റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്പിനാൽ ക്ഷീണിക്കും എന്നൊക്കെ പറയാൻ പറ്റും? ഇല്ല. ബാക്ക് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ടേക്ക് ഡൗൺ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാനേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അസ്പിനാലിന് അവിടെ വീക്ക്നെസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം, അത്രേ പറ്റത്തുള്ളൂ. പക്ഷേ ജോൺ ജോൺസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജോൺ ജോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു KO പവറിന് അത്ര ഫേമസ് ആയിട്ടുള്ള ആളല്ല. ജോൺ ജോൺസിന് KO പവർ എന്ന് പറയുന്നത് ഏറെക്കുറെ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എത്ര പേരെ KO ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആ ഒരു 1 പഞ്ച് നോക്കൗട്ട് പവർ ഒന്നും ജോൺ ജോൺസിനില്ല. അതുകൊണ്ട് തന്നെ അതും വെച്ചുകൊണ്ട് അസ്പിനാലിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അതേസമയം തന്നെ തിരിച്ച് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അസ്പിനാലിന് ഭയങ്കര സ്പീഡാണ്. അത് ഡയറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് ബോക്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലിറ്റ്സ് ചെയ്ത് ഫ്രണ്ടിൽ കയറി വരികയും ചെയ്യും, ഇടി പറ്റിക്കുകയും ചെയ്യും. അസ്പിനാലിന് നല്ല ടൈമിങ്ങും ഭയങ്കര അണ്ടർറേറ്റഡ് KO പവറാണ്. ആൾക്കാർ ഈ പറയുന്ന KO പവർ എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ഫ്രാൻസിസ് നഗാനോനെയും അലക്സ് പെരേരയുടെ കാര്യമൊക്കെ പറയും. പക്ഷേ അസ്പിനാലിനെ അങ്ങനെ ആരും കൺസിഡർ ചെയ്യാറ് പോലുമില്ല. പക്ഷേ അസ്പിനാലിന് ഭയങ്കര പവറാണ്. ആ ഒരു ടൈമിങ്ങിലാണ് കിട്ടുകയും ചെയ്യുന്നത്, ആ ഒരു സ്പീഡിൽ കിട്ടുകയും ചെയ്യും. അതൊക്കെ കൊണ്ട് തന്നെ അസ്പിനാലിന് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ഇപ്പം ജോൺ ജോൺസിന് ഭയങ്കര ചിഹ്നമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇത്രയും വലിയൊരു KO പവറിന് മുമ്പിൽ ആ ചിഹ്നം അവിടെ ഉണ്ടായിട്ട് കാര്യമുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പം മറ്റേ മാക്സ്വെല്ലോയുടെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പം മാക്സ്വെല്ലോയ്ക്ക് എന്തുമാത്രം വലിയ ചിഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇലിയാട്ടോപ്പൊരി ഇടിച്ചപ്പോഴത്തേക്ക് ചിഹ്നം ക്രാക്കായി, മനസ്സിലായില്ലേ? അതിനും ഒരു 30-35 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ചിഹ്നമൊക്കെ ക്രാക്കാനുള്ള അത്രയും ഡാമേജ് എല്ലാം കൂടെ കാരണം തന്നെ അവസാനം ചിഹ്നം ക്രാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ജോൺസിന് എത്ര വലിയ അൺക്രാക്കബിൾ ചിഹ്നമാണെങ്കിൽ പോലും ചിലപ്പോൾ ഓർക്കപ്പുറം ഒറ്റ ഇടിക്ക് ചിലപ്പോൾ അത് ക്രാക്കായിരിക്കും, മനസ്സിലായില്ലേ? ജോൺസ് ചിലപ്പോൾ നോക്കൗട്ട് ആയിരിക്കും.
അന്നേരം അസ്പിനാലിൻ്റെ മുമ്പിൽ നിന്ന് ബോക്സ് ചെയ്യുന്ന പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. പിന്നെ ജോൺസിന് എവിടെയെങ്കിലും കുറച്ച് എഡ്ജ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു ഗ്രാപ്ലിങ്ങിൻ്റെ കേസിലൊക്കെ ജോൺസിന് ചിലപ്പോൾ എഡ്ജ് ഉണ്ടായിരിക്കാം. ഓക്കെ, അവിടെയും പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ജോൺ ജോൺസ് സിറിൽ ഖാനെ കൺട്രോൾ ചെയ്തപോലെ അസ്പിനാലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് സൈസിൻ്റെ മാത്രമല്ല, സ്ട്രെങ്തിൻ്റെ മാത്രമല്ല, ആ ഒരു എക്സ്പീരിയൻസിൻ്റെ അഡ്വാൻറ്റേജ് അസ്പിനാലിന് നന്നായിട്ടുണ്ട്. കാരണം വളരെ കൊച്ചിൽ തന്നെ ഗ്രാപ്പിൾ ചെയ്യുന്ന ആളാണ് അസ്പിനാൽ. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് സൂപ്പർ ഹെവി വെയ്റ്റ്സുമായിട്ട് ഗ്രാപ്പിൾ ചെയ്യുന്ന ആളാണ് അസ്പിനാൽ. അതായത് ജോൺ ജോൺസിൻ്റെ കൂട്ടർ നാച്ചുറൽ ലൈറ്റ് ഹെവി വെയിറ്റ് കൂട്ടി ഹെവി വെയിറ്റിലോട്ട് വരുമ്പം ഈ അസ്പിനാലിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പം ചിലപ്പോൾ അത് ബാക്കിൽ ടേക്ക് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ ഒരു ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അത് ചിലപ്പം പറ്റിയെന്ന് വരില്ല. ഇപ്പം നിങ്ങൾ ആ ഒരു ഡൊമിനിക് റൈസും അല്ലെങ്കിൽ ആ ഒരു ഗസ്റ്റോസൺ ഫൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മതി, അവരൊന്നും ടേക്ക് ഡൗൺ ചെയ്യാൻ ജോൺസിന് അത്ര പറ്റിയില്ല. പിന്നീട് ലേറ്റർ റൗണ്ട്സിൽ ശ്രമിച്ചു പറ്റിയെന്നുള്ളതല്ലാതെ ശരിക്കും അവർ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പം ജോൺസ് ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഡാനിയൽ കോർമിയറിനെ ചെയ്തു, ഓക്കെ, അതൊക്കെ ശരി തന്നെ. പക്ഷേ എങ്കിലും ജോൺസ് പലപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അസ്പിനാൽ വേ യങ്ങറാണ്, വേ സ്ട്രോങ്ങറാണ്, സൈസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയില്ല അസ്പിനാലിൽ വിസിബിൾ വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അതായത് ജോൺ ജോൺസിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫൈറ്റ് പ്ലാൻ തയ്യാറാക്കാനുള്ള ആ ഒരു ഇൻപുട്സ് കയ്യിലില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസ്പിനാലിന് ഇതിന് ഫൈറ്റ്സ് അവൈലബിൾ അല്ല, ഫിലിംസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ജോൺ ജോൺസിന് ആ ഒരു ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് ശരിക്കും അസ്പിനാലിൻ്റെ ഇഷ്യൂ, എവിടെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇപ്പം നമ്മൾ മറ്റേ ജോൺ ജോൺസ് വേഴ്സസ് സിറിൽ ഖാൻ ഫൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എണ്ണി ജോൺ ജോൺസ് പറയുന്നുണ്ടായിരുന്നു ഇന്ന പ്രശ്നങ്ങൾ സിറിൽ ഖാനുണ്ട്. കാരണം അതൊക്കെ കൊണ്ട് തന്നെ ജോൺ ജോൺസ് കോൺഫിഡൻ്റ് ആയിരുന്നു എന്തൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ അസ്പിനാലിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അസ്പിനാലിന് എവിടെയൊക്കെയാണ് വീക്ക്നെസ് ഉള്ളത് ജോൺസിന് അറിയത്തില്ല. അതിന് ഈ ഒരു കേസ് ഉള്ളത് കൊണ്ടാണ് അതിന് ആ ഇരിട്ടി തപ്പുന്ന സ്വഭാവം ജോൺസിനില്ല. ഓക്കെ, അത്രയും ഒരു വ്യക്തമായിട്ടൊരു എനിമി അല്ലെങ്കിൽ ജോൺ ജോൺസ് ഫൈറ്റ് ചെയ്യത്തില്ല. കാരണം അതുകൊണ്ടാണ് ജോൺസ് അസ്പിനാലിനെ ഫൈറ്റ് ചെയ്ത് ഒഴിവാക്കി നടക്കുന്നത്. അന്നേരം പലരും പറഞ്ഞത് ഡക്ക് ചെയ്യണോ, ഒബ്വിയസ്ലി ഡക്ക് ചെയ്യാണ്. അസ്പിനാലിനെ ഫൈറ്റ് ചെയ്യണം ജോൺസിന് യാതൊരു ആഗ്രഹമില്ല. മാത്രമല്ല ഇപ്പോൾ പേടി എന്നുള്ള രീതിയിൽ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. കാര്യം ഇപ്പം ഫൈറ്റ് ചെയ്യാൻ പേടി എന്നൊക്കെ ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി ജോൺ ജോൺസ് ഫൈറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു റെക്കോർഡിൽ കൂട്ടുന്നതാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓർക്കപ്പുറത്ത് നോക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. മനസ്സിലായില്ലേ? ആ ഒരു ലോസ് ആവും. അതുകൊണ്ട് തന്നെ ഒരു ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പെർമനൻ്റ് ആണ്. മനസ്സിലായില്ലേ? ആ ഒരു കരിയറിന്, ആ ഒരു പെർഫെക്റ്റ് കരിയറിന് ഒരു എൻഡാണ്, അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്കാണ് ഒരു ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ജോൺസ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണ്. ജോൺസ് ഒരിക്കലും അങ്ങനെ കരിയർ വെച്ച് ഗാംബിൾ ചെയ്യത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജോൺ ജോൺസ് പറഞ്ഞില്ലായിരുന്നു, അതായത് ഈ ഒരു മാച്ചിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് FU മണി വേണമെന്ന്, അതായത് അത്രയും ഒരു ഹ്യൂമങ്കസ് മണി എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് ഫൈറ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിൽ. അത് ശരിക്കും ജോൺ ജോൺസ് മണിക്ക് വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമല്ല. ജോൺ ജോൺസ് അത്രയും ഒരു ഇത്, അതായത് ഇമ്പോസിബിൾ ലെവലിലോട്ട് ആ ഒരു ഇത് കയറ്റി വെച്ചതാണ്. അതായത് ഫൈറ്റ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ കയറ്റി വെച്ചതാണ് ജോൺ ജോൺസ്. അല്ലാതെ ശരിക്കും ആ ഒരു മണിയുടെ കേസൊന്നും അല്ല. ജോൺ ജോൺസ് ശരിക്കും ആ ലെഗസിയെക്കുറിച്ച് എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചറസ് ആണ് ജോൺ ജോൺസിനെ വെച്ച് നോക്കുമ്പോൾ അസ്പിനാൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എങ്ങനെ ഡിഫീറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല, അത്രയും ഡേഞ്ചറസ് ആണ്. അതൊക്കെ കൊണ്ട് തന്നെ അസ്പിനാലിനെ ക്ലിയർലി ജോൺ ജോൺസ് ഡക്കിയാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോൺ ജോൺസിന് പെരേരയെ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. ഇപ്പം പലരും ചോദിക്കുമ്പോൾ അസ്പിനാലിനോട് ഫൈറ്റ് ചെയ്യാൻ ഇല്ല, അസ്പിനാലിനോട് ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് പെരേരയെ വേണം എന്നുള്ള രീതിയിലാണ് ജോൺ ജോൺസ് പറയുന്നത്. എന്നിട്ട് നമ്മൾ പെരേരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം പലരും പറയുന്നു ഈ പറയുന്ന പെരേര ഹെവിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് എന്തൊക്കെയോ ചെയ്ത് കളയുന്നു. ഓക്കെ, നോക്കൗട്ട് പവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബാക്കി എല്ലാ ഡിവിഷൻ്റെ കൂട്ടും ഹെവി വെയിറ്റും പതുക്കെ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് സൈനാണ് അസ്പിനാൽ. അന്നേരം അസ്പിനാലായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ജോൺ ജോൺസ് വലിയ കാര്യത്തിൽ പെരേരയായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. അതായത് ഇപ്പോൾ ജോൺ ജോൺസ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ലെഗസിക്ക് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ, ഇത്രയും വലിയൊരു ചാമ്പ്യനായിട്ട് നിൽക്കുന്ന ആളെ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ജോൺ ജോൺസ് പറയുന്നില്ലേ. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ജോൺ ജോൺസിൻ്റെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് പെരേര നല്ലൊരു ചോയ്സാണ്. അതായത് ഇപ്പം ഇത്ര ഒരു ഡൊമിനൻറ്റ് ചാമ്പ്യനായിട്ട് നിൽക്കുകയാണ്. ഇപ്പം ജോൺ ജോൺസ് പെരേര തോപ്പിച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കലി അതൊരു വളരെ നല്ലൊരു വിന്നാണ്. പക്ഷേ അസ്പിനാലായിട്ടൊരു വിന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ പെരേര എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അസ്പിനാൽ ഭയങ്കര ത്രെറ്റാണ് ജോൺസിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ പെരേര എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺസിനോട് ത്രെറ്റേ അല്ല, നിന്ന് സ്ട്രൈക്ക് ചെയ്യാനൊന്നും ജോൺസ് നിൽക്കത്തില്ല. ജോൺസിന് ഈ പറയുന്ന ചുമ്മാ ആൾക്കാരെ പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്ട്രൈക്ക് ചെയ്യുന്ന ആളല്ല ജോൺ ജോൺസ്. ജോൺസിന് നന്നായിട്ട് റേഞ്ച് ചെയ്യാം. ബോക്സിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ജോൺ ജോൺസിനെ ഔട്ട് സ്ട്രൈക്ക് ചെയ്യാൻ പെരേരയ്ക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരും. ജോൺ ജോൺസ് നേരെ എടുത്ത് ഗ്രൗണ്ടിൽ കൊണ്ടുപോകും, സബ്മിറ്റ് ചെയ്ത് തീർക്കും. ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പെരേര പക്ഷേ ജോൺ ജോൺസ് നടന്നു കഴിഞ്ഞാൽ ക്ലിയർലി ജോൺ ജോൺസ് ജയിക്കും, നിസ്സാരമായിട്ട് സബ്മിറ്റ് ചെയ്ത് കളയും. മനസ്സിലല്ലേ? അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് ശരിക്കും പെരേരയെ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ജോൺസ് നടക്കുന്നത്. പിന്നെ ഈ ഒരു പെരേര വേഴ്സസ് അസ്പിനാൽ ഫൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫൈറ്റ് എപ്പോഴെങ്കിലും നടക്കുകയാണെങ്കിൽ ഇപ്പം പെരേര അങ്കലാവിനെ തോപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ഡിവിഷനിൽ വേറെ ഫൈറ്റ് ചെയ്യാനൊന്നുമല്ല. ഇപ്പം ഈ പ്രഹാസ്ക 3 എങ്ങാനും വരുമായിരിക്കും. അത് ശരിക്കും നല്ലൊരു ഫൈറ്റ് ആയിരിക്കും. ബട്ട് എന്നാലും ആൾക്കാർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ, ഇനി പിന്നീട് ഭാവിയിൽ ഇതുപോലെ ഹെവി വെയിറ്റിലൊക്കെ കയറുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ അസ്പിനാൽ വേഴ്സസ് പെരേര ഫൈറ്റൊക്കെ ചിലപ്പോൾ കണ്ടെന്നിരിക്കും.
അവിടെ നോക്കുകയാണെങ്കിൽ അസ്പിലാൽ പൊട്ടണമെന്നല്ല, ഈ അസ്പിലാലിൻ്റെ ബോക്സിങ് വളരെ നല്ലതാണ്. ഈ പറയുന്ന അലക്സ് പെരേര KO ചെയ്യാൻ അസ്പിലാൽ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും അസ്പിലാൽ ആ ഒരു റിസ്കിന് നിൽക്കത്തില്ല. കാരണം അസ്പിലാലിനോട് ഇതുപോലെ ആരോ ചോദിച്ചപ്പോൾ തന്നെ അസ്പിലാൽ പറഞ്ഞ് ഞാൻ മണ്ടനൊന്നുമല്ല, ഞാൻ നേരെ റഗ്ബി ടാക്കിൾ ചെയ്യുന്നു പറഞ്ഞ് നേരെ എടുത്ത് ഗ്രൗണ്ടിൽ കൊണ്ടുപോകും. അതായിരിക്കും അസ്പിനാൽ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അത് ഈ അസ്പിനാൽ ജോൺ ജോൺസിനോടൊന്നും ശരിക്കും അലക്സ് പെരേരയെ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഓക്കെ, ചിലപ്പം ഓർക്കപ്പുറത്തൊരു KO അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചിലപ്പോൾ പറ്റിയിരിക്കും. പക്ഷേ സ്കിൽ വൈസ് അസ്പിനാലാവട്ടെ ജോൺ ജോൺസ് ആവട്ടെ പെരേരയേക്കാളും ഫാർ അഹെഡാണ്, മനസ്സിലായില്ലേ? പിന്നെ ഈ ഒരു അസ്പിനാൽ വേഴ്സസ് ജോൺ ജോൺസ് ഫൈറ്റ് നടക്കുമോ? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തീരെ തോന്നുന്നില്ല. അസ്പിനാൽ വേഴ്സസ് ജോൺ ജോൺസ് ഫൈറ്റ് നടക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം ആ ഒരു ഫൈറ്റിൻ്റെ ഡിസ്കഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ആൾക്കാർ ഇതുപോലെ ഭയങ്കര ഹൈപ്ഡപ്പ് ആയിട്ട് ഇതുപോലെ ആ ഒരു ഫൈറ്റ് നടന്നു, അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും എന്നൊക്കെ പലരും പറയുന്നു. പക്ഷേ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു ഈ ഒരു ഫൈറ്റ് നടക്കുമെന്നില്ല, എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇത്രയും റീസൺസ് പറഞ്ഞില്ലേ, ജോൺസ് മണ്ടറൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അസ്പിനാലോട്ട് ഇത്രയും ഒരു ഹൈ റിസ്ക് ഫൈറ്റ് എടുത്തിട്ട് ഇത്രയും വലിയ റിസ്കിലോട്ട് ജോൺ ജോൺസ് പോകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് പോലും ജോൺ ജോൺസ് ഫൈറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ലെഗസിയെക്കുറിച്ച് ഇത്രമാത്രം കെയർ ചെയ്യുന്ന ആളാണ് ജോൺ ജോൺസ്. അന്നേരം ഇനി എത്ര പൈസ കിട്ടിക്കഴിഞ്ഞാലും ജോൺ ജോൺസ് ഇമാതിരി ഒരു ഗാമ്പിളിൽ ഇറങ്ങത്തില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല നടക്കുമെന്ന്, നടക്കത്തില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജോൺ ജോൺസ് പറഞ്ഞിട്ടുണ്ട് ഈ അടുത്തിടെ റിട്ടയർ ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സിറിൽഖാൻ ഫൈറ്റിൽ വന്ന ജോൺ ജോൺസ് അല്ല ഇപ്പം നിൽക്കുന്നത്, കുറച്ചുകൂടി ലീനർ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ലൈറ്റ് ഹെവി ഡിവിഷനിലോട്ട് ചാടാൻ പറ്റുന്ന രീതിയിലാണ് ജോൺസ് നിൽക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു സ്പെക്കുലേഷൻ പറയുകയാണെങ്കിൽ ചിലപ്പം പെരേര വേഴ്സസ് അങ്ക്ലാവ് ഫൈറ്റിൽ പെരേര അങ്ക്ലാവിനെ തോപ്പിക്കുകയാണെങ്കിൽ ജോൺ ജോൺസ് വീണ്ടും ചാടി ലൈറ്റ് ഹെവി വെയിറ്റിൽ വന്നിട്ട് പെരേരയായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചിലപ്പോൾ നിൽക്കുമായിരിക്കാം. ഓക്കെ, എനിക്ക് എത്ര ആലോചിച്ചിട്ടും ആ ഒരു പോസിബിൾ ഫൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. ജോൺ ജോൺസിൻ്റെ പെരേര ഫൈറ്റ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെരേര അങ്ക്ലാവിനെ തോപ്പിക്കുകയാണെങ്കിൽ ജോൺ ജോൺസ് വീണ്ടും ഈ ലൈറ്റ് ഹെവി വെയിറ്റ് വന്നിട്ട് പെരേരയായിട്ടൊരു ഫൈറ്റ് ചെയ്തിട്ട് റിട്ടയർ ആവാനുള്ള വല്ല പ്ലാനും ഇടുന്നുണ്ടായിരിക്കാം. ഇപ്പം അങ്ക്ലാവ് ജയിക്കുകയാണെങ്കിൽ ജോൺസ് അതിന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അങ്ക്ലാവിനൊക്കെ തോപ്പിച്ചിട്ട് ജോൺസിന് വീണ്ടും ഇപ്പം ഒരു ടൈറ്റിലൂടെ കിട്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ജോൺസ് അതിന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബൈ ചാൻസ് പെരേര ജയിക്കുകയാണെങ്കിൽ ഈ ഒരു പരിപാടി ജോൺസ് കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ജോൺസിന് ഇനിയും ചെയ്യാനുണ്ട്, ജോൺസിന് ഇനിയും ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ജോൺസിന്. മാത്രമല്ല പെരേരയും ജോൺസും സെയിം ഏജുമാണ്. മാത്രമല്ല ജോൺസിന് സൂപ്പർ കോൺഫിഡൻ്റ് ആണ്. പെരേരയെ ജോൺസിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ജോൺസിന് നന്നായിട്ട് അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു പോസിബിൾ ഫൈറ്റ് ഇനി ഉണ്ടെങ്കിൽ ശരിക്കും പെരേരയായിട്ടാണ്. അല്ലാതെ ഹെവി വെയിറ്റിൽ ഇനി ജോൺസിന് ആരെയാണ് ഫൈറ്റ് ചെയ്യാനുള്ളത്? ആരെ ഫൈറ്റ് ചെയ്യാനാണ്? ഇനി ആരുമായിട്ടുള്ള ഫൈറ്റ് യാതൊരു സെൻസും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ സ്റ്റീപ്പായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞു, ഇനി ആരെ ഫൈറ്റ് ചെയ്യാനുള്ളത്? അസ്പിനാലിനെയാണ്. അസ്പിനാലായിട്ട് ജോൺ ജോൺസ് ഫൈറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി ഒരു പോസിബിൾ ഫൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ പെരേരയായിട്ടുള്ള ഫൈറ്റേ ഉള്ളൂ. അതിന് മിക്കവാറും അത് ലൈറ്റ് ഹെവി വെയിറ്റിലായിരിക്കും. അല്ലാതെ അത്ര ആലോചിച്ചിട്ടും വേറെ പോസിബിലിറ്റീസ് ഒന്നും കിട്ടുന്നില്ല. പെരേര ഇപ്പം വീണ്ടും ലൈറ്റ് ഹെവി വെയിറ്റ് ജയിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹെവി വെയിറ്റിലോട്ട് വരണം. അതെല്ലാം ഹെവി വെയിറ്റിലോട്ട് വന്നിട്ട് ജോൺസും പെരേരയും കൂടെ ഹെവി വെയിറ്റ് ടൈറ്റിലിന് വേണ്ടിയിട്ടോ. അതിന് അസ്പിനാലിനെ എന്ത് ചെയ്യും? അസ്പിനാലിനെ ഇൻ്ററിം ചാമ്പ്യനായിട്ട് അവിടെ നിൽക്കല്ലേ. അതിന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് വേറെ ഹെവി വെയിറ്റിൽ വേറെ ഇതൊന്നും കാണുന്നില്ല. അസ്പിനാലല്ലാതെ വേറെ ഓപ്ഷൻ ജോൺസിന് മുമ്പിലില്ല. അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്തിട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ, അസ്പിനാലിനെ ചാമ്പ്യനാക്കുക. ഇനി ഇത്രയൊക്കെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നത്. എത്രയൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഫൈറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോൺസ് അത്ര മണ്ടറൊന്നുമല്ല, അസ്പിനാലിൻ്റെ പ്രത്യേകിച്ച് ഒരു വീക്ക്നെസ് ഒന്നും കാണാതെ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺസിൻ്റെ കരിയറിൽ എപ്പോഴും ഒരു ബ്ലാക്ക് മാർക്കായിട്ട് അസ്പിനാൽ അവിടെ കാണും. അതായത് ഇപ്പം ഇനി കമ്മിങ് ഫൈറ്റ്സിൽ അസ്പിനാലിൽ തോറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് മാർക്ക് കാണില്ല. അതായത് അസ്പിനാലിന് വരുന്ന ഫൈറ്റുകളിൽ ഇതുപോലെ ഇപ്പം നോക്കൗട്ട് ചെയ്യപ്പെടുമോ തോക്കുകയാണ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജോൺസൺ ലെഗസി ഏറെക്കുറെ സേഫാണ്. പക്ഷേ അസ്പിനാലിന് ഇനി അങ്ങോട്ട് അൺഡിഫീറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റീപ്പയുടെയൊക്കെ ലെഗസി സർപ്പാസ് ചെയ്തിട്ട് ഹെവി വെയിറ്റ് ഗോട്ടായിട്ട് മാറിക്കഴിഞ്ഞാൽ ജോൺ ജോൺസിൻ്റെ കരിയറിൽ എപ്പോഴും ഒരു ബ്ലാക്ക് മാർക്കായിരിക്കും അസ്പിനാലെ അറ്റാക്ക് ചെയ്യുക. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈസിലി ആ ഒരു ഇഷ്യൂ ഒഴിവാക്കായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ സങ്കീർണമായ സ്ഥിതിക്ക് ആ ഒരു ബ്ലാക്ക് മാർക്ക് എപ്പോഴും ജോൺസിൻ്റെ കരിയറിൽ കാണും. ജോൺസിന് റിട്ടയർ ആയി കഴിഞ്ഞാലും അസ്പിനാലിനെ അറ്റാക്ക് ചെയ്തു, അസ്പിനാലിനെ പേടിച്ച് റിട്ടയർ ചെയ്തു എന്നുള്ളൊരു പേര് ജോൺ ജോൺസിൻ്റെ കരിയറിൽ എപ്പോഴും കാണും. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെയുണ്ട്. അതിന് ഇത്രയൊക്കെയാണ് എനിക്ക് ജോൺ ജോൺസ് വേഴ്സസ് അസ്പിനാൽ ഫൈറ്റിനെ കുറിച്ച് എനിക്ക് തോന്നിയത്. വീഡിയോ കുറച്ച് താമസിച്ചു, എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സമയം ഇങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇപ്പോൾ നമ്മൾ വീഡിയോ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരുപാട് പഴയ ഫൈറ്റ്സ് ചിലപ്പോൾ ഇരുന്ന് കാണേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മളിവിടെ എന്തെങ്കിലും ഇരുന്ന് പറയല്ലേ, അന്നേരം ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയാൻ പറ്റില്ലല്ലോ. അന്നേരം പഴയ കണ്ടു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളും വീണ്ടും കുറച്ച് ഇരുന്ന് കാണേണ്ടിയൊക്കെ വന്നു. അത് ഈ പലപ്പോഴും രാത്രി 1 മണി കഴിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ഇരുന്ന് കാണുന്നത്. കാര്യം അത്രത്തോളം പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് വീഡിയോ എത്രയും താമസിച്ചത്. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ ഈ ഒരു ഫൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഫ്യൂച്ചർ മാച്ചപ്സ് ഒക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും? അതോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡിസഗ്രി ചെയ്യുന്നോ എഗ്രി ചെയ്യുന്നോ? ഈ ഒരു ഫൈറ്റ് വെച്ച് നോക്കുമ്പോൾ ജോൺസിന് അസ്പിനാലിനെ ഓക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ തീർക്കാനൊക്കെ പറ്റും. ബട്ട് എന്നാലും അസ്പിനാലിനെതിരെ ആ ഒരു റിസ്ക് എടുക്കാൻ ജോൺസ് നിൽക്കത്തില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൊക്കെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും താങ്ക്സ്, ബൈ.